പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ദിവസത്തിലേക്ക് അമ്മയെ നമ്മൾക്ക് പാട്ടുപാടി സ്വാഗതം ചെയ്യാൻ കരങ്ങൾ വീശി അവേ മരിയ. ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. വീണ്ടും ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകി. ഈ ദിവസങ്ങളിൽ ഒത്തിരി മരണത്തിൻ്റെ വാർത്തകൾ ഫോണിൽ വന്നുകൊണ്ടിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിചയമുള്ള ഒത്തിരി പേര് മരിച്ച ദിവസങ്ങളാണ് ഈ 2 ദിവസം. ദൈവം നമ്മൾക്ക് ഒരുക്കം നൽകി നമ്മളെ ഈശോയോടുകൂടെ ആയിരിക്കാൻ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ച് പൂർണ്ണമായും കർത്താവിൻ്റെ മുൻപിൽ കീഴടങ്ങി എന്നും ഈശോയുടേത് മാത്രമായിട്ട് ജീവിക്കാൻ ഒരുങ്ങി ജീവിക്കാനുള്ളൊരു ദിവസം ഈശോ നമുക്ക് നൽകി. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നലത്തെ വിശുദ്ധ കുമ്പസാരവും ഇന്ന് ആ കുമ്പസാരത്തോടനുബന്ധിച്ച് നമ്മൾ പരിശുദ്ധ ബലി ഈശോയുടെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും ഈശോയിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വചനങ്ങൾ ശ്രവിച്ച് പൂർണ്ണമായും കർത്താവിന് സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു ദിവസം കൂടെ നമ്മൾ കഴിഞ്ഞു. വീണ്ടും ഒരു ദിവസം ദൈവം നമുക്ക് തന്നു. ഓരോ ദിവസവും ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം പുതിയതാണ്. അപ്പോൾ ആ പുതിയ സ്നേഹത്തിൽ ഇന്ന് പുതിയ കൃപകൾ നമ്മൾ ഈശോയിൽ നിന്ന് നേടിയെടുക്കേണ്ട ദിവസമാണ്. പുതിയ കൃപകളെ, പുതിയ അഭിഷേകത്തെ ഈശോയിൽ നിന്ന് സ്വീകരിക്കേണ്ട ദിവസം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നിറഞ്ഞ് കഴിഞ്ഞ് ഈശോയോടുകൂടെ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ നിറഞ്ഞ് പുതിയ സ്ഥലങ്ങളിലേക്ക്, പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഈശോ നമ്മളെ കൊണ്ടുപോകാൻ ഒരു കൃപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവർ, അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നറിയോ? നിങ്ങളെ ആ കൃപ ഉപയോഗിക്കേണ്ട വേദിയിലേക്ക് ഈശോ കൊണ്ടുപോകും. ഒരഭിഷേകം ഏതൊരു ധ്യാനം കഴിയുമ്പോഴും, അത് ശുശ്രൂഷകരുടെ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും, ഏതൊരു ധ്യാനത്തിൽ നിന്നും ഒരു കൃപ നിങ്ങൾക്ക് സ്വന്തമായി ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണമേ നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ എങ്കിലും ദൈവം നിങ്ങൾക്ക് തന്നയക്കുന്നത് മറ്റൊരാളിലേക്ക് കൊടുക്കാനുള്ള ഒരു കൃപയുടെ, ഒരു അഭിഷേകത്തിൻ്റെ ഒരു തലം നിങ്ങൾക്ക് ദൈവം തന്നിട്ടാണ്. ഈ ധ്യാനമല്ല, ഏത് ധ്യാനം കൂടിയാലും കർത്താവ് നിങ്ങളെ പറഞ്ഞയക്കുന്നത് ആ ഒരു അഭിഷേകം തന്നുകൊണ്ടാണ്. ഈ അഭിഷേകം ഉപയോഗിക്കേണ്ട വ്യക്തികൾ, കൊടുക്കേണ്ട വ്യക്തികളെ കൂടെ നിങ്ങൾക്ക് ഈ അഭിഷേകം തരുമ്പോൾ കർത്താവ് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ അഭിഷേകം നിങ്ങൾക്ക് തരുവാനും ആ അഭിഷേകത്തിൽ നിങ്ങൾ ജീവിക്കുവാനും ദൈവം നിങ്ങൾക്ക് തന്ന സഹനത്തിലൂടെ ഈ ആലയത്തിലേക്ക് ഈശോ നിങ്ങളെ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സഹനം തന്ന്, ഏതെങ്കിലും ഒരു നിയോഗം തന്നുകൊണ്ട് ഈ ആലയത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ എത്തിച്ചേ പറ്റുള്ളൂ. ആ ധ്യാന കേന്ദ്രത്തിലേക്ക്, ആ ആലയത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം നിങ്ങളുടെ നിയോഗങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളെ സന്തോഷത്തോടെ മടക്കി അയക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ നിയോഗങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഈ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്ത് കർത്താവ് പുതിയൊരു കൃപ, പുതിയൊരു അഭിഷേകം നിങ്ങൾക്ക് തന്നിട്ട് അയക്കുന്നത്. ഇതുപോലെ പാപത്തിൽ, ബന്ധനത്തിൽ, തിന്മയുടെ ആധിപത്യങ്ങളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്നൊരു ശക്തി പുറപ്പെടാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ ആ ശക്തിയെ നിങ്ങളിലേക്ക് നിക്ഷേപിച്ച് ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ അവസ്ഥയെ കർത്താവ് നോക്കി വിലയിരുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിൽ പ്രകാരം പറയുന്നു: എൻ്റെ മകനെ, നീ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഇതാണ് ആത്യന്തിക ലക്ഷ്യം. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളികൾ. ക്രിസ്തുവിൻ്റെ പടയാളികളുടെ പ്രത്യേകത എഫെസസ് 6:10 മുതലുള്ള വാക്യങ്ങളിൽ ഈ പടയാളി ധരിക്കേണ്ട വേഷത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുക, നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുറപ്പെടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലം മാറും. നിങ്ങൾ ധ്യാനം കൂടാമെന്നവരാണെങ്കിലും ധ്യാനത്തിൻ്റെ അഭിഷേകം പകർന്നു കൊടുക്കുന്നവരായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. ധ്യാനം കൂടാമെന്നവരാണെങ്കിലും ധ്യാനത്തിൻ്റെ അഭിഷേകം പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ ഇവിടെ ധ്യാനം കൂടിപ്പോയ ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ബ്രദറെ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് കാറിന് പോകുന്ന വഴിക്ക് ഒരു കുടുംബമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ സഹോദരിയിൽ ഒരു ശുശ്രൂഷയുടെ ഒരു കൃപ മറഞ്ഞിരിക്കുന്നത് ഈശോ കാണിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും ചെയ്തിട്ടില്ല. സാധാ വീട്ടം, ഒരു ജോലി പോലും ഇല്ല. ഭർത്താവിനോടൊത്ത് വിദേശത്ത് ഭർത്താവ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുടുംബം താമസിക്കുന്നവരാ. ധ്യാനം കൂടാൻ വേണ്ടി മാത്രം നാട്ടിൽ ലീവിന് വന്നതാണ്. തിരിച്ചു പോകുമ്പോൾ ഇവർ പറയാൻ പെട്രോൾ അടിക്കാനായിട്ട് ഒരു പമ്പിൽ കയറി ഒരു മകള് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ആ പമ്പിലെ സ്റ്റാഫാണ്, ജീവനക്കാരിയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ മകളുടെ അടുത്ത് എന്നിട്ട് ഈ സഹോദരി എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞു. പിന്നീട് അവർ പറയാണ്, ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ കരയുന്ന ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിൻ്റെ ആവശ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. നീ ഇന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിനക്കൊരു സന്തോഷത്തിൻ്റെ വാർത്ത നിൻ്റെ വീട്ടിൽ നിന്ന് ശ്രവിക്കാൻ ഇടവരുമെന്ന് എനിക്കും എൻ്റെ മനസ്സിൽ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഈ സ്ത്രീ പറഞ്ഞു, ഞാനൊരു ധ്യാനം കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു അഭിഷേകത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ ശുശ്രൂഷകയൊന്നുമല്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്നോട് സംസാരിക്കണമെന്നൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നിട്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. അതുകൊണ്ട് നിൻ്റെ ഈ ആവശ്യത്തിൽ ദൈവം ഇടപെടും. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ എൻ്റെ നമ്പർ എടുത്തോ, നിനക്ക് അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. ഇവർ പറയാണ്, അവർ വൈകിട്ട് ഇവർ ഉച്ചയോടുകൂടി വൈകിട്ടോടുകൂടി ഇവർ വീട്ടിലെത്തി. പിറ്റേ ദിവസം ഈ പെൺകുട്ടി ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വയറിൽ മുഴയും ക്യാൻസറിൻ്റെ ആ ഒരു സ്റ്റേജാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഞാൻ ഈ പമ്പിൽ ജോലി ചെയ്തിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം നടന്നു പോകുന്നത്. അപ്പോൾ അമ്മയുടെ ക്യാൻസറിൻ്റെ അസ്വസ്ഥത എന്താണെന്ന് അറിയാനായിട്ട് ആ ഒരു ആദിയിലാണ് വിളിച്ച് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ആദിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ വൈകിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കേട്ട കേൾവി എന്ന് പറയുന്നത്, അമ്മയെ സ്കാൻ ചെയ്തു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ട് ഈ സ്ത്രീയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. കാരണം ക്യാൻസറിൻ്റെതായിട്ടുള്ളതൊന്നും അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ ഈശോ ഉപയോഗിച്ചത് കണ്ടോ? ആ അമ്മയുടെ ക്യാൻസർ മാറി. ഈ സ്ത്രീ ഇവിടെ നിന്ന് ധ്യാനം കൂടി പോയ സ്ത്രീ ആ മകളോട് സംസാരിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ക്യാൻസറാണ്, ഉറപ്പാണത്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ശക്തിയുടെ കൃപാവരത്തിൻ്റെ ശക്തിയെ നമ്മൾ പകർന്നു കൊടുക്കാത്തത് എന്താ? ക്രിസ്ത്യാനികൾ എന്താ ഇങ്ങനെ മാറിപ്പോകുന്നേ? സ്വാർത്ഥരായിട്ട് മാറിപ്പോകുന്നത് എന്താ? എനിക്ക് കൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ, എനിക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളതല്ല, അനേകർക്ക് പകർന്നു കൊടുക്കണം. ചില സഹനങ്ങൾ നിത്യം നിൻ്റെ ജീവിതത്തിൽ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് നീ സ്വീകരിച്ച ശക്തിയാണ് നിൻ്റെ സഹനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് നീ സ്വീകരിച്ച ശക്തിയാണ് നിൻ്റെ സഹനങ്ങൾ. നിത്യം നീണ്ടു നിൽക്കുന്ന സഹനമുണ്ടോ? ആ കൃപാവരം നിന്നിൽ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ഈ സഹനത്തെ ഓർത്ത് രാപകലിരുന്ന് കണ്ണീരൊഴുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു ഗുണവുമില്ല,
ഒരു ഗുണവുമില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ കരയരുത്. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അസ്വസ്ഥതകളും ഒന്നും ദൈവം അറിയാത്തതല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ പ്രതി അല്ലാതെ മറ്റൊന്നിനും വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്ന് കരയരുത് പ്രിയപ്പെട്ടവരെ. കണ്ണുനീര് കാണുന്നത് ദൈവം മാത്രമല്ല, പിശാചും കാണുന്നുണ്ട്. ഈ കണ്ണുനീര് കാണുന്ന ദൈവം നിനക്ക് പ്രതിഫലം തരുന്നത് പോലെ കണ്ണുനീര് കാണുന്ന സാത്താൻ അത് കൂട്ടിത്തരാനുള്ള വഴി അവനറിയാം. അതുകൊണ്ട് നിന്റെ കണ്ണുനീരിന് വിലയുള്ളത് കൊണ്ട് സഹനങ്ങളെ കൃപകളാക്കി മാറ്റാൻ, ഒരു സഹനത്തിൻ്റെ കാലയളവ് നിൻ്റെ ജീവിതത്തിൽ നീണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ സഹനം മൂലം അനേകരെ രക്ഷിക്കാൻ, അനേകരെ യേശുക്രിസ്തുവിലേക്ക് നയിക്കാനുള്ള ഒരു അഭിഷേകത്തെയാണ് നീ കൊണ്ടു നടക്കുന്നത്, സഹനത്തെയല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സഹനം നിത്യമായി നിന്നോടുകൂടെ ആയിരിക്കുന്ന ആ സഹനത്തെ നീ അതിനെ എന്താ പറയുക, അതിന് നീ ചെലവിന് കൊടുത്ത് അതിനെ നീ ഭംഗിയായിട്ട് സൂക്ഷിക്കുക. കാരണം അത് മാറിപ്പോയാൽ ഈശോ മാറിപ്പോകുന്നതായിട്ട് നീ കാണണം. ദൈവം അനുവദിച്ചതാണെങ്കിലാണ് ഞാൻ പറയുന്നത്. ദൈവം അനുവദിച്ച സഹനമാണെങ്കിലാണ് ഞാൻ പറയുന്നത്, അല്ലാത്തതല്ല. ദൈവം അനുവദിച്ചതാണോ, നിൽക്കട്ടെ നിൻ്റെ കൂടെ. ദൈവം അനുവദിച്ച സഹനമെന്ന് പറഞ്ഞാൽ അത് നിൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ. അതുകൊണ്ട് നീ നിനക്കൊരു ആപത്തും വരത്തില്ല. ആ സഹനത്തിലൂടെ നീ നീറി നിൻ്റെ മനസ്സ് നീറി പോകുന്നെങ്കിലും അത് നിന്നെ കൊല്ലില്ല, അത് നിൻ്റെ ജീവിതം നശിപ്പിക്കില്ല. ഒരു നിശ്ചിത കാലത്തേക്ക് അതിനായുസുള്ളൂ. ആ നിശ്ചിത കാലത്തിനുള്ളിൽ നിനക്ക് ദണ്ഡവിമോചനങ്ങളുടെ ഒരു പട്ടിക നിനക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ആ നിശ്ചിത കാലത്തിനുള്ളിൽ ഈ സഹനത്തിലൂടെ അനേകം പാപികളെ മാനസാന്തരപ്പെടുത്താൻ, അനേകർക്ക് ഈശോയെ കൊടുക്കാൻ, അനേകരോട് രക്ഷയുടെ സുവിശേഷം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരുക്ക ശുശ്രൂഷയാണ് ദൈവം നമുക്ക് കൽപ്പിച്ച് അനുവദിക്കുന്ന സഹനം. പ്രിയമുള്ളവരെ, നിങ്ങൾ കുത്തിയിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചാലും കിട്ടാത്ത അഭിഷേകം നിങ്ങളുടെ സഹനത്തിൽ മറഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. അനേകം മണിക്കൂറുകൾ, അനേകം ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത്രത്തോളം ഒരു അഭിഷേകത്തിലേക്ക് എത്താൻ പറ്റില്ല. അതാണ് സഹനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തലം. അഭിഷേകത്തോടെ പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹനം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ സഹരക്ഷകയായ പരിശുദ്ധമ്മയും നമ്മളോട് കൂടെയുണ്ട്. സഹനം കൂടെ ഉണ്ടെങ്കിൽ സഹരക്ഷകയായ പരിശുദ്ധ മറിയവും നമ്മളോടുകൂടെയുണ്ട്. അമ്മ നമ്മളെ സഹനത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് അമ്മ പഠിപ്പിക്കും. കാരണം സഹരക്ഷക എന്ന് പറയുന്നത് ഒരു സ്ഥാനമല്ല പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ രക്ഷകയാണ്. സഹനം യേശുക്രിസ്തു എന്ന് പറയുന്ന സഹനത്തെ എന്താ പറയുക, കൊണ്ടു നടന്നവളും പരിപാലിച്ചവളും പാലൂട്ടി വളർത്തിയവളുമാണ് പരിശുദ്ധ മറിയമെങ്കിൽ ആ അമ്മ നമ്മളോടുകൂടെ ആയിരിക്കുന്ന ആ അമ്മയിൽ നിന്ന് നമ്മിലേക്ക് ഒരു മാധ്യസ്ഥ ശക്തിയുടെ അഭിഷേകം പുറപ്പെടുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് നീ പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിനെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. നിയമാനുസൃതം മത്സരിക്കുക, സഭ വിട്ട് ഓടരുത്. നിയമം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കത്തോലിക്ക തിരുസഭയാണ് നമ്മളെ സംബന്ധിച്ച് നിയമം എന്ന് പറയുന്നത്. നിയമാനുസൃതം മത്സരിക്കുക, അതായത് നമ്മൾ മറ്റു പല സഭാ സമൂഹങ്ങളെ നമ്മൾ കാണും, മറ്റ് വിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്നത് കാണും. നമ്മൾ നോക്കുമ്പോൾ അതിലൊരു നന്മയുണ്ട്, അതിലൊരു ഹീലിംഗ് നടക്കുന്നുണ്ട്, അവിടെ ഒരു വിടുതൽ നടക്കുന്നുണ്ട്, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ അതിലേക്ക് നിൻ്റെ മനസ്സ് പോകരുത്. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടത് നിയമാനുസൃതമാണ്. യേശുവിനെ കൊടുക്കേണ്ടത് നിയമാനുസൃതമാണ്. നിയമത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റില്ല. ചില അക്രമികൾ ചില ദേശത്തുണ്ട്, പോലീസുകാരൊന്നും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ട് അവരെ കൊല്ലുക എന്ന് പറയുന്നത് ഞാൻ സ്വീകരിച്ചാൽ ആ അക്രമികളെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പോലും അത് നിയമമല്ല. അതുകൊണ്ട് നമ്മൾ ശത്രുവിനെ കീഴടക്കാൻ നമ്മൾ ഏറ്റെടുക്കേണ്ടത് നിയമാനുസൃതമായ രീതികളിലൂടെയാണ് ശത്രു എന്ന് പറയുന്ന ലോകാരൂപിയെ കീഴടക്കേണ്ടത്. പ്രിയമുള്ള ദൈവജനമേ, നമ്മളിതിനെ ഒരു വ്യക്തി നമ്മളെ ആക്രമിക്കാൻ, നമ്മളെ ഉപദ്രവിക്കാൻ വന്ന ഒരു വ്യക്തി എന്നോണം വേണം നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന പിശാചിനെ നിങ്ങൾ കാണാൻ. ഒരു വ്യക്തി ഒരു വലിയ കടാരയുമായിട്ട് നിങ്ങളെ കുത്താൻ വേണ്ടി നിൽക്കുക. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ അവനെ ചെറുക്കാൻ ശ്രമിക്കും, ഏതെല്ലാം രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടും, ഏതെല്ലാം രീതിയിൽ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. നിന്ന് കുത്തുകൊള്ളുമോ? ഇല്ല.
മാറാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് ഇൻവിസിബിളായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഈവിൾ സ്പിരിറ്റിന് നമ്മളുടെ മേലുള്ള ആധിപത്യം എന്നുള്ളത് മറക്കരുത്. അറ്റാക്ക് ചെയ്യാൻ ഈവിൾ സ്പിരിറ്റ് വന്നിട്ടുണ്ട്. ഫിസിക്കലി നിനക്കത് ഫീൽ ചെയ്തു, നിൻ്റെ ജീവിതത്തിൽ നിനക്കത് ഫീൽ ചെയ്തു. പ്രിയമുള്ളവരെ, കിടന്നുറങ്ങരുത്, അലസരായി നിൽക്കരുത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഇതിനെ കീഴടക്കാനുള്ള ആയുധങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് സാത്താൻ്റെ ശക്തികളെ കീഴടക്കാനുള്ള ആയുധങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കണം. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കരങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണം. നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടണം. നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടണം. എതിർവശത്ത് നിൽക്കുന്നത് മനുഷ്യനല്ല, എതിർവശത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ കാണുന്ന തിന്മയുടെ അരൂപിയാണ് നിൻ്റെ ശത്രു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള തിന്മയെ വിവേചിച്ചറിയാനുള്ള കൃപ നിൻ്റെ ഉള്ളിലുണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. എതിർവശത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെ നിനക്ക് മനസ്സിലാകും, ആ സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങൾ നിനക്ക് മനസ്സിലാകും. പക്ഷെ അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന തിന്മയെ നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് കൃപ വേണം. മറ്റതിന് നിനക്ക് ബുദ്ധിമതി, അല്ലെങ്കിൽ നിനക്കൊരു വിവേചനം മതി. പക്ഷേ ഉള്ളിൽ വസിക്കുന്ന അരൂപിയുണ്ട് പ്രിയപ്പെട്ടവരെ. അതെന്താണ് അടുത്തത് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അഭിഷേകത്തിൻ്റെ കൃപയുടെ തലം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നതെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്കെതിരെയുള്ളതാണ്. ഹല്ലേലൂയ. സ്നേഹം നടിച്ചു വരുന്നതുണ്ട്, അതിൽ പ്രണയം നടിച്ചു വരുന്നതുണ്ട്, തെറ്റായ ബന്ധങ്ങളിൽ വരുന്നതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ മറ്റ് വിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നതുണ്ട്. ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മറ്റ് സമൂഹങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, എതിർവശത്ത് നിൽക്കുന്നതെല്ലാം എൻ്റെ എതിരാളി തന്നെയാണ്. എതിർവശത്ത് നിൽക്കുന്നതെല്ലാം എൻ്റെ എതിരാളി തന്നെയാണ്. ആ വ്യക്തിയല്ല, വ്യക്തിയുടെ ഉള്ളിലുള്ള അരൂപിയെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ എതിരാളിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും ഒരുങ്ങണം. അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്പിരിച്വൽ വെപ്പൺസ് എൻ്റെ ഒപ്പം ഉണ്ടാവണം എപ്പോഴും. എനിക്ക് ആത്മീയ ആയുധങ്ങളില്ലാതെ ഞാൻ പുറത്തിറങ്ങരുത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ സംരക്ഷണ വലയത്തിന് പുറത്ത് ഞാൻ ഇറങ്ങരുത്. ആ സംരക്ഷണ വേലി എനിക്ക് ചുറ്റും ഉണ്ടാവണം. ആ സംരക്ഷണ വേലിക്കകത്ത് നിന്ന് ഞാൻ പുറത്തിറങ്ങരുത്. എതിർവശത്ത് നിൽക്കുന്നത് നിനക്കെതിരായിട്ടുള്ളതാണ്. എതിർവശത്ത് നിൽക്കുന്നത് സാഹചര്യമാണെങ്കിലും വ്യക്തിത്വങ്ങളാണെങ്കിലും ദേശങ്ങളാണെങ്കിലും ആഘോഷങ്ങളാണെങ്കിലും നിനക്കെതിരായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെതിരെ നീ മുൻകരുതൽ എടുത്തിട്ടേ വീട്ടിൽ നിന്നിറങ്ങാൻ പാടുള്ളൂ. നിൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് നീ ചെല്ലുമ്പോഴും നീ എവിടെയെല്ലാം ആയിരിക്കുന്നുണ്ടോ, സ്നേഹം നടിച്ചു വരുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ. പുതിയ ഓഫറുകൾ തന്ന് വരുന്നവരുണ്ട്. നിനക്കിഷ്ടമുള്ളത് സംസാരിക്കുന്നവരുണ്ട്. നിന്നെ ഇഷ്ടമുള്ള രീതിയിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിനക്ക് ചിന്ത തരുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ചിലവർ നിന്നെ ഇവിടെ പോയാൽ നിനക്ക് ഈ ഒരു കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ് തെറ്റായ മറ്റ് ആരാധനാലയങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നവരുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, എന്ത് തന്നെയാണെങ്കിലും എതിർവശത്തുള്ളതാണ് ഓരോ ദിവസവും നിനക്ക് വേണ്ടി സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്നിൽ നിന്ന് സ്നേഹം പുറപ്പെട്ടാൽ വിട്ടുപോകുന്ന സ്പിരിറ്റുണ്ട്, നിന്നിൽ നിന്ന് അഭിഷേകം പുറപ്പെട്ടാൽ വിട്ടുപോകുന്ന സ്പിരിറ്റുണ്ട്, നിന്നിൽ നിന്ന് കരുണ പുറപ്പെട്ടാൽ വിട്ടുപോകുന്ന സ്പിരിറ്റുണ്ട്, നിന്റെ ശുശ്രൂഷ കിട്ടിയാൽ വിട്ടുപോകുന്ന സ്പിരിറ്റുണ്ട്. അത് നമ്മൾ വിവേചിച്ചറിയണം. അതിനാണ് കൃപ വേണ്ടത്. കുടുംബത്തിൽ നിന്നാണ് എതിർവശത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇന്നേ ദിവസം, നാളെ, മറ്റന്നാൾ നീ ആദ്യം കാണുന്നതെങ്കിൽ അവിടെ നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടത് സ്നേഹവും കരുണയുമാണ്. അവിടെ നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടത് സ്നേഹവും കരുണയുമാണ്. അവരെത്ര ആക്രോശിച്ചാലും നിന്നിൽ നിന്ന് യേശുവിൻ്റെ സ്നേഹം പുറപ്പെടണം. അവിടെ അവരുടെ ഉള്ളിൽ വസിക്കുന്ന രൂപിക്ക് അതാണ് പ്രഹരമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, യേശുവിൻ്റെ നാമത്തിൽ പടയാളി എന്നാണ് പൗലോസ്ലീഹ നമ്മെ വിളിക്കുന്നത്. പടയാളിയാ, യുദ്ധം ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഇതൊരു തരം ബാറ്റിലാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കാത്തതാണ്. ഈ യുദ്ധം അവസാനിക്കുന്നില്ല. ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നത് വരെയും ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കണം. ഈ ഒരു ധ്യാനം കൊണ്ട് നിങ്ങളെല്ലാം നേടിയിട്ടില്ല. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു പല ശുശ്രൂഷകളിലേക്ക് നിങ്ങൾ കടക്കും, മറ്റു പല ധ്യാനങ്ങളും നിങ്ങൾ കൂടും. എന്നിരുന്നാലും പ്രിയമുള്ള ദൈവജനമേ, യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, ഏത് ധ്യാനം കൂടിയാലും ഇല്ലെങ്കിലും നിൻ്റെ പേഴ്സണൽ പ്രയറിനോളം വരില്ല ഒരു ധ്യാനവും. ഹല്ലേലൂയ. നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരുക്കത്തോളം വരില്ല ഒരു ധ്യാനവും. നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന, നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ത്യാഗപൂർണമായ ജീവിതം, നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ക്ഷമ, കരുണ, സ്നേഹം, ഇതിനോളം വരില്ല ഒരു ധ്യാനവും. ഏത് അഭിഷേകമുള്ള ധ്യാനമാണെങ്കിലും ഒരു ധ്യാനവും നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയോളം വരില്ല. അതുകൊണ്ട് നീ മുൻതൂക്കം കൊടുക്കേണ്ടത് നിൻ്റെ ഒരുക്കത്തിനാണ്.
നമ്മുടെ വിശുദ്ധ ജലം നെറ്റിയിൽ കുരിശടയാളം വരക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. വീട്ടിലേക്ക് പുറത്തുപോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും വിശുദ്ധ ജലം കൊണ്ട് നെറ്റിയിൽ കുരിശടയാളം വരക്കാതെ വീടിനകത്ത് പ്രവേശിക്കരുത്. നെറ്റിയിൽ കുരിശടയാളം വരക്കാതെ വിശുദ്ധ ജലം കൊണ്ട്, ഹനാവെള്ളം കൊണ്ട്, ഹോളി വാട്ടർ കൊണ്ട് നെറ്റിയിൽ കുരിശടയാളം വരക്കാതെ നിങ്ങൾ വീടിന് വെളിയിലേക്കും അകത്തേക്കും പ്രവേശിക്കരുത്. ബെഡ്റൂമിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ നെറ്റിയിൽ വിശുദ്ധ ജലം കൊണ്ട് കുരിശടയാളം വരക്കാതെ ബെഡിൽ കിടക്കരുത്. എഴുന്നേറ്റാൽ ആദ്യം കുടിക്കാനായിട്ട് അടുത്ത് തന്നെ ബോട്ടിലിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹോളി വാട്ടർ മിക്സ് ചെയ്ത വെള്ളം ഏറ്റവും ആദ്യം നീ സ്വീകരിക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേക്കരുത്. നീ വാഷ്റൂമിൽ പോകുന്നതിന് മുമ്പ് നിന്റെ ഉദരത്തെ നീ പ്രാർത്ഥിച്ചൊരുക്കണം. കർത്താവേ, ഇന്നലെ മുഴുവൻ എൻ്റെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ കടന്നു വന്ന എല്ലാ മാലിന്യങ്ങളും, പൈശാചികതകളും, തിന്മകളും, രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയാസ്, വൈറസ്, ഫംഗസ് എന്നുവേണ്ട എന്തെല്ലാം എൻ്റെ ശരീരത്തിലേക്ക് ഇന്നലെ ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികളിൽ നിന്ന്, കഴിച്ച ഭക്ഷണ സാധനങ്ങളിൽ നിന്ന്, സഞ്ചരിച്ച വഴികളിൽ നിന്നായിരുന്ന അവസ്ഥകളിൽ നിന്ന് എന്നിലേക്ക് കടന്നു വന്നുവോ, ഇതെല്ലാം യേശുവേ നിന്റെ നാമത്തിൽ എന്നിൽ നിന്ന് പുറന്തള്ളപ്പെടട്ടെ. വിട്ടുകൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തെ വിട്ടുകൊടുക്കണം. യേശുവിക്ക് എല്ലാം പ്രാർത്ഥനയാക്കണം. എന്തിലും പ്രാർത്ഥന ഉണ്ടാവണം. ഏതും പ്രാർത്ഥനയിലൂടെ മാത്രം ചെയ്യണം. കഴിക്കുന്ന ഭക്ഷണം പ്രാർത്ഥിച്ചല്ലാതെ, വിശുദ്ധ കുരിശിൻ്റെ മുദ്ര പതിക്കാതെ നിൻ്റെ വായിലേക്ക് പ്രവേശിക്കരുത്. വിശുദ്ധ കുരിശിൻ്റെ മുദ്ര പതിയാതെ ഭക്ഷണമൊന്നും പുറത്തു നിന്ന്, പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടുള്ള ഹോട്ടലുകളേക്കാൾ ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ ആഭിചാരത്തിൻ്റെ അരൂപി വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതിൽ ഹലാൽ എന്ന് എഴുതിയിരിക്കുന്ന ഹോട്ടലുകൾ നിങ്ങൾ കണ്ടാൽ പ്രവേശിക്കരുത്, കഴിക്കരുത്. വിഗ്രഹത്തിനർപ്പിച്ചതാണ് കഴിക്കാൻ പാടില്ല. അത് നിൻ്റെ ആത്മീയ ജീവിതത്തെ കെടുത്തും, അത് നിൻ്റെ ശരീരത്തെ രോഗത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള ഹോട്ടലുകളിൽ അങ്ങനെയുള്ള മുദ്ര സാത്താൻ്റെ മുദ്രയായിട്ട് കണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അത് അവർക്ക് പെർമിസിബിൾ ആണ്. ഹലാൽ മീൻസ് പെർമിസിബിൾ, ഹറാം മീൻസ് നോൺ പെർമിസിബിൾ. നിങ്ങളെ സംബന്ധിച്ച് ഹലാൽ നോൺ പെർമിസിബിൾ ആണ്, അനുവദനീയമല്ലാത്തതാണ്. അവർക്കാണ് അത് അനുവദനീയമായത്. അതുകൊണ്ട് തിന്മകൾ, അതിനകത്തായിരിക്കുന്ന എല്ലാ വിഷാംശങ്ങളും, പൈശാചികതകളെല്ലാം വിട്ടുപോയിക്കൊള്ളും. നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. പ്രിയമുള്ള ദൈവജനമേ, എന്തെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുവോ വിശുദ്ധമാകണം. ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഇത് എനിക്ക് ദൈവ സ്നേഹമായിട്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ സാത്താൻ്റെ അരൂപികൾ സാധാരണ കുടുംബജീവിതത്തിലുള്ളവർക്കും ശുശ്രൂഷകരിലേക്കും പ്രവേശിക്കുന്ന വഴി ഭക്ഷണമാണ്. ബാക്കിയുള്ളതിലൂടെ ഇത്രത്തോളം പ്രവേശിക്കുന്നില്ല. കാരണം അനുദിനം ദിവസത്തിൽ തന്നെ പലതവണ നിന്നിലേക്ക് പ്രവേശിക്കാൻ നോക്കിയിരിക്കുന്നത് ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭക്ഷണത്തിലൂടെ സാത്താൻ നിന്നെ ആക്രമിക്കാനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല രോഗങ്ങളുടെ പേര് പറഞ്ഞ് ഇതിനെ നമ്മളൊരു പേരിട്ട് വെക്കും. ഉള്ളിൽ പ്രവേശിച്ച സ്പിരിറ്റിന് നമ്മൾ ഇട്ടുകൊടുത്ത പേരായിരിക്കും കൊളസ്ട്രോളെന്നോ, ഷുഗറെന്നോ, പ്രഷറെന്നോ, ക്യാൻസറെന്നോ, ട്യൂമറെന്നോ ഒക്കെ നമ്മൾ ഇട്ടുകൊടുത്തൊരു പേരാണ്. ഈ പേര് ദൈവം നിശ്ചയിച്ച പേരല്ല. പക്ഷേ സകല നാമങ്ങൾക്കും ഉപരിയായ യേശു എന്നുള്ള നാമമുള്ളിടത്ത് ഈ പേരുകളെല്ലാം നിഷ്പ്രഭമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ ആയുധങ്ങൾ ധരിക്കണം. വീണ്ടും പറയാണ്, നിങ്ങൾക്ക് പെർമിസിബിളായിട്ടുള്ളതേ നീ കഴിക്കാൻ പാടുള്ളൂ. നിനക്ക് പെർമിസിബിളായിട്ടുള്ളതല്ലാത്തതൊന്നും കഴിക്കരുത്. ഒന്നാം പ്രമാണ ലംഘനം വരുത്തരുത് വ്യക്തി ജീവിതത്തിൽ. ഒന്നാം പ്രമാണം, നിന്റെ ദൈവം ആയ കർത്താവ് ഞാൻ, അവനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവാൻ പാടില്ല. ഹല്ലേലൂയ. അവനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവാൻ പാടില്ല. അത് നീ ആരാധിക്കുന്നതിലും, ഭക്ഷണം കഴിക്കുന്നതിലും, നീ എടുക്കുന്ന തീരുമാനങ്ങളിലും, നീ നടത്തുന്ന വിവാഹങ്ങളിലും, നിൻ്റെ എല്ലാ ബന്ധങ്ങളിലും അത് നീ കീപ്പ് ചെയ്യണം. കാരണം നീ ക്രിസ്തുവിൻ്റെ പടയാളിയാ. അവിടെ 4 വശത്ത് നിന്ന് നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന തിന്മയുടെ അരൂപികളുണ്ട് എന്നുള്ളത് മറക്കരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നല്ലാതെ വിവാഹ ബന്ധങ്ങൾ സ്വീകരിക്കരുത്. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നല്ലാതെ വിവാഹ ബന്ധങ്ങൾ സ്വീകരിക്കരുത്. അരൂപിയ തിന്മ വരും, കുടുംബത്തിന് കെട്ടുവരും. നിങ്ങൾ ചിന്തിക്കും, ഇവൻ അല്ലെങ്കിൽ ഇവള് മാമോദിസ മുങ്ങി ഇതിലേക്ക് വന്നിട്ടാണ് ഞാൻ അവളെ കെട്ടുന്നത്. നടക്കില്ല. നിന്നെ കെട്ടാൻ വേണ്ടി അവനോ അവളോ മാമോദിസ മുങ്ങിയാലും അത് നിന്നെ കെട്ടാൻ വേണ്ടി മാത്രമാണ്, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടല്ല. നാളെ ഒരു പ്രശ്നം വന്ന് അവരുടെ വഴിക്ക് പോവും. അവർക്ക് അവരുടെ വിശ്വാസവും അവർക്ക് അവരുടെ ബന്ധങ്ങളുണ്ട്. നമ്മൾ അതിനെതിരല്ല. പക്ഷേ നീ കത്തോലിക്കനാണോ, നീ
നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ബന്ധമോ അതിനപ്പുറത്തേക്കൊരു താല്പര്യമോ ഉണ്ടാവാൻ പാടില്ല. അത് ദൈവഹിതമല്ല. അത് നിന്നിൽ സാത്താൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ മക്കളിൽ, വ്യക്തിബന്ധങ്ങളിൽ, പ്രണയബന്ധങ്ങളിൽ. എന്തുകൊണ്ടാണ്? പ്രിയമുള്ള ദൈവജനമേ, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നില്ലേ, സാത്താൻ അവൻ്റെ സ്നേഹം നിൻ്റെ ഉള്ളിൽ നിറച്ചു തരും. അതിന് അവൻ നിന്നിൽ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യും. അതിന് നിനക്ക് അവനോട് അവളോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നും. ഇതൊന്നും ദൈവീകമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊന്ന്, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഒരു പയ്യനും ഒരു പെണ്ണിനും തമ്മിൽ നമ്മൾ വിവാഹബന്ധത്തിന് നിശ്ചയിച്ചതിന് മുമ്പ് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം നടത്തിയിട്ടാണ് അവർ വിവാഹ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും അതും ദൈവഹിതം അല്ല. ഇന്ന് ലൈസൻസ് കിട്ടിയ പോലെയാ. ഇതൊരാഘോഷമാണ്. ഇത് ആഘോഷമല്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഇത്തരത്തിൽ ആഘോഷിച്ച് വിവാഹബന്ധത്തിലേക്ക് കയറി 1 വർഷത്തിനുള്ളിൽ ഇതും പിരിച്ചു വിട്ട് അടുത്ത ബന്ധത്തിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതാ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കഴിഞ്ഞ് അടുത്തതിനെ നോക്കാൻ നിൽക്കുക. ഇന്ന് വിവാഹം എന്ന് പറയുന്ന കൂതാശകൾക്കല്ല വാല്യൂ കൊടുക്കുന്നത്, മറിച്ച് എൻ്റെ ഇഷ്ടങ്ങൾക്കാണ്. വിവാഹത്തിന് വധുവിനെ തിരഞ്ഞെടുക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവൻ അവിടെയാ, അപ്പം അവിടെ ജോലിയുള്ളത് വേണം, ഇവൻ ഇവിടെ ജോലിയുള്ളത് വേണം. ദൈവം നിശ്ചയിച്ചതിനെ വേണ്ട, ദൈവം തന്നതിനെ വേണ്ട, ദൈവം അനുവദിച്ചതിനെ വേണ്ട. ഒരു ബന്ധത്തിൽ നിനക്ക് കിട്ടിയ ഭാര്യ, നിനക്ക് കിട്ടിയ ഭർത്താവ് നിനക്ക് തലവേദനയാണെങ്കിൽ, നിനക്ക് ദുരിതമാണെങ്കിൽ അതിന് കാരണം എന്താണെന്നറിയോ? നിന്റെ തലമുറകളിൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെ ഫലത്തിന് പരിഹാരം ചെയ്യാൻ നീ ഇതിനെ സ്വീകരിച്ചേ പറ്റൂ. ഒരു കാലഘട്ടത്തിൽ ഇത് നിനക്ക് സഹനമാണെങ്കിൽ ഈ സഹനത്തിലൂടെ നിന്റെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ ഏതാനും ആത്മാക്കൾക്ക് കർത്താവിന് സ്വർഗം കൊടുക്കാൻ ഈ നീ സഹിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന്, സ്വർഗത്തിന് ആവശ്യമാണ്. ഇതും ക്രിസ്തുവിൻ്റെ പടയാളികളുടെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കൊടുക്കുന്നതെല്ലാം യേശുവിന് തന്നെയാണ്. നിന്റെ സഹനത്തിലൂടെ, കണ്ണുനീരിലൂടെ, നീ എടുക്കുന്ന ഡിസിഷനിലൂടെ നീ കൊടുക്കുന്നതെല്ലാം നിന്റെ ദൈവമായ കർത്താവിനുള്ള വിഹിതമാണ്. മാറ്റാൻ പാടില്ല. ദൈവഹിതം അനുസരിച്ചല്ലാതെ ജീവിക്കരുത്. കോംപ്രമൈസ് ചെയ്യരുത്. പരിശുദ്ധാത്മാവിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഈശോ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഈശോ മാത്രം. ഈശോ അല്ലാതെ മറ്റൊന്നും പാടില്ല പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി എന്തും മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ പ്രവൃത്തിയിൽ കാണണം, വിശ്വാസത്തിൽ കാണണം. അതല്ലെങ്കിൽ നിങ്ങളൊക്കെ വഞ്ചകരെന്ന് വിളിക്കേണ്ടി വരും, ഞാൻ ഉൾപ്പെടെ. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർ കാണാൻ ക്രിസ്ത്യാനിറ്റി തേച്ച് പിടിപ്പിക്കരുത്. വ്യക്തിത്വത്തിലും വേഷത്തിലും ക്രിസ്ത്യാനിറ്റിയെ കൊണ്ടു നടക്കണ്ട. മറ്റുള്ളവർ കാണാനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആരും കാണാതെ ദൈവം കാണണം. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും പാടില്ല, അതിനിപ്പുറത്തേക്കും പാടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഈശോ തിരിച്ചു തരും. എന്തും നീ കൊടുത്തതേ തിരിച്ചു കിട്ടും. ഈശോയ്ക്ക് നീ കൊടുത്തതേ ഈശോ തിരിച്ച് നിൻ്റെ മക്കൾക്ക് കൊടുക്കുള്ളൂ. അത്രയേ ഉള്ളൂ. ഈശോയ്ക്ക് നീ എന്ത് കൊടുത്തിട്ടുണ്ടോ? കർത്താവ് നമുക്കായിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഞാൻ ഈശോയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്നത്, ഇതൊരു ബൂമറാങ്ങാണ്. ഞാൻ ഈശോയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്നതാണ് എല്ലാം. വ്യക്തി ജീവിതത്തിൽ മുഴുവൻ ഉൽപ്പത്തി ചരിത്രം മുതൽ നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ. ആദവും ഹവ്വയും മുതൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. അവർ കൊടുത്തതാണ് ഈശോ അവർക്ക് തിരിച്ചു കൊടുത്തതെല്ലാം. അവർ കൊടുത്തു ആദ്യം ഈശോയ്ക്ക്, ദൈവത്തിന്. അവർ കൊടുത്തു. നിങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്ത് നോക്ക്. അതിനെ ഇസ്രായേൽ ജനത്തെ നയിച്ച അവരുടെ എന്താ പറയുക, അവരുടെ പുറപ്പാടിൻ്റെ കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ അവർ ദൈവത്തിന് കൊടുത്തതാണ് അവർക്ക് ദൈവം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം. ഇസ്രായേൽ ജനത്തെ നയിച്ചതും കർത്താവാണ്, ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതും കർത്താവ് തന്നെയാണ്. രണ്ടും അവൻ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? നയിക്കപ്പെട്ട വ്യക്തികളുടെ കുറവല്ലേ? നമ്മൾ എന്ത് കൊടുത്തോ അതേ ദൈവം തിരിച്ചു തരൂ. നമ്മൾ കൊടുത്തതേ ദൈവം തിരിച്ചു തരുള്ളൂ. തലമുറകൾ ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് നമ്മൾ നാളത്തെ നമ്മുടെ മക്കളുടെ തലമുറ എന്ന് പറയുന്ന നമ്മളാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവണം. അതിലേറ്റവും മികച്ചതാണ് എനിക്ക് പറയാനുള്ളത്, ആത്മാക്കളെ കൊടുക്കണം. നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാപത്തിലായിരിക്കുന്ന ആത്മാക്കളെ പിടിച്ചീശോയ്ക്ക് കൊടുക്കണം. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തണം. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ തിരക്കും എല്ലാം ഉണ്ട്, ഒന്നുമില്ലെന്നല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ജോലിയെല്ലാം ശ്വാസം തീർന്നു കഴിയുമ്പോൾ തീരും. ശ്വാസം തീരുന്നത് വരേ ഉള്ളൂ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസം ഫസ്റ്റ് ഡേ ഞാൻ ധ്യാനം കഴിഞ്ഞ് നിന്നപ്പോൾ പിന്നെ ഫോണിൽ മെസ്സേജ് കിടക്കുക. എനിക്ക് പരിചയമുള്ളൊരു വ്യക്തി, 30 വയസ്സേ ഉള്ളവന്, വിവാഹിതനാണ്, 2 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ജോലി സ്ഥലത്ത് നിന്ന്, വിദേശത്താണ്, നാട്ടിലല്ല, ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലെത്തി സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിൽ കാല് തന്നെ വീണു, മരിച്ചു, തലയടിച്ച്. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കി, ഉണ്ടാക്കി വെച്ചതൊക്കെ എവിടെ പോയി? ആ 2 കുഞ്ഞുങ്ങൾ എവിടെ എത്തി? അവൻ്റെ ഭാര്യ എവിടെ നിൽക്കുന്നു? എന്താ കാരണം? കൊടുത്തതേ കിട്ടൂ. കൊടുത്തിട്ടുണ്ടാവണം, ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ടാവണം. നീ കാരണം മറ്റൊരുവൻ്റെ ജീവിതത്തിൽ ബ്ലോക്ക് വരരുതേ. നീ കാരണം മറ്റൊരുവൻ്റെ വരുമാനം തടസ്സപ്പെടരുത്. നീ കാരണം മറ്റൊരുവൻ്റെ സ്വസ്ഥത തടസ്സപ്പെടരുത്. നീ കാരണം മറ്റൊരുവൻ്റെ കുടുംബം കലങ്ങരുത്. നീ കാരണം ഒരാത്മാവ് പാപത്തിലേക്ക് പോകരുത്. നീ കാരണം മറ്റൊരുവന് ഉതപ്പുണ്ടാക്കരുത്. നീ കാരണം മറ്റൊരുവനെ പാപത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, മറ്റു പ്രമാണ ലംഘനങ്ങളിലേക്ക് നയിക്കരുത്. നീയാണ്, ഞാനും നിങ്ങളുമാണ്. മറ്റാരെയും നമ്മൾ നോക്കണ്ട. ഞാനും നിങ്ങളും മൂലം മറ്റൊരാൾ പാപത്തിൽ, രോഗത്തിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകരുത്. കാരണം ഇതാണ് നാളെ എൻ്റെ മക്കൾക്ക് കിട്ടാനുള്ള വിഹിതം. നീ ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ടോ അവരിൽ നിന്ന് കളക്ട് ചെയ്ത് ദൈവം നിൻ്റെ മക്കൾക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആർക്കെല്ലാം ഏതെല്ലാം രീതിയിൽ നീ വിളമ്പിയിട്ടുണ്ടോ അവരിൽ നിന്ന് ദൈവം കളക്ട് ചെയ്ത്, നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ അത് നിനക്ക് തിരിച്ചു തന്നെ വരും. നിനക്ക് ആയുസ്സില്ലെങ്കിൽ അത് നിൻ്റെ മക്കൾക്കിരിക്കും, ഉറപ്പാണ്. ദുഷ്ടതയാണെങ്കിലും സ്നേഹമാണെങ്കിലും കരുണയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ഭക്തിയാണെങ്കിലും ആരാധനയാണെങ്കിലും എന്താണെങ്കിലും മക്കൾക്കുള്ളതാ. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ നല്ല വസ്ത്രധാരണവും നല്ല പെരുമാറ്റവും കണ്ട് ഒരുത്തിയെയും വിശ്വസിക്കരുത്. ഒരാളെയും വിശ്വസിക്കരുത്. ദിവസം കുർബാനയ്ക്ക് പോകുന്നതായിരിക്കും, വിശ്വസിക്കരുത്. അതെല്ലാം അഭിനയമായിരിക്കും. മനസ്സിലാവില്ല. അതെല്ലാം അഭിനയമായിരിക്കും. ഒരു അമ്മ വന്നിട്ട് പറഞ്ഞ മകന് വിവാഹം നോക്കിയത്, ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ മുടങ്ങാതെ കുർബാനയ്ക്ക് വരുന്നൊരു മകളെയാണ് എൻ്റെ മോന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത് കൊടുത്തത്. അവളുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ട് അവന് വേണ്ടി തിരഞ്ഞെടുത്തതാ. വിവാഹം കഴിഞ്ഞ് ഇവനോടൊത്ത് ജീവിച്ചപ്പോൾ, ഇവളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അവൾക്ക് ബന്ധമുള്ളത് 1-2 പയ്യന്മാരോട് കൂടെയല്ല. ഒരു മക്കൾക്കറിയില്ല, അവളുടെ മാതാപിതാക്കൾക്കറിയില്ല, അവളുടെ കുടുംബത്തിൽ ആർക്കും അറിയില്ല. ഇവള് പാപത്തിൽ മുഴുകി ജീവിക്കുക. പുറമെ നോക്കുമ്പോൾ എന്താ? ദിവസവും കുർബാനയ്ക്ക് പോവുക. വിശ്വസിക്കരുത്. നമ്മൾ ദൈവത്തിലല്ലാതെ, കർത്താവായ ഈശോ മിശിഹായിലല്ലാതെ മറ്റൊരിടത്ത് നിന്നും നന്മ പുറപ്പെടുന്നില്ല. അഭിനയിക്കും, പുറപ്പെടില്ല. നന്മ പുറപ്പെടില്ല. ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെല്ലാം സ്വാർത്ഥരാ. നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ ആവശ്യങ്ങളും നമ്മളായിരിക്കുന്ന അവസ്ഥകളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം. ഇവിടെ എനിക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അവിടെ എനിക്ക് മുന്നും പിന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു പാപം ചെയ്യാമ്പോൾ ഞാൻ ദൈവത്തെ ഓർക്കുമോ? എനിക്കൊരു ലാഭം കിട്ടുന്ന വിഹിതം വരുമ്പോൾ ഞാൻ ദൈവത്തെ ഓർക്കുക, അയ്യോ ഇപ്പോൾ വേണ്ട, കർത്താവായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആരാ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ വിചാരം ഉള്ളിലുള്ള ഒരു വ്യക്തിക്കേ അത് പറ്റുള്ളൂ. അപ്പോൾ അഭിനയമാണെങ്കിൽ പരിശുദ്ധ കുർബാന മറ്റുള്ളവരുടെ മുൻപിൽ നിനക്ക് പോയി കാണാൻ നീ ക്രിസ്ത്യാനിയാണെന്ന് വരുത്തി തീർക്കാനും, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് കാണിക്കാനും പോകുന്നവരെ കണ്ടിട്ട് അതിൽ കണ്ട് മനസ്സ് വീഴരുത്. വിശ്വസിക്കരുത്. ഒരെണ്ണത്തിനെ വിശ്വസിക്കരുത്. ഒരാളെയും വിശ്വസിക്കേണ്ട. എല്ലാവരും സ്നേഹിക്കാം, വിശ്വസിക്കരുത്. ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. അവിടെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടരുത്. ഇവിടെ ഈ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടരുത്. നീ ആശ്രയത്വം വെക്കേണ്ടത് നിന്റെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളിലും അവൻ നിനക്കൊരുക്കി തരുന്ന പരിശുദ്ധ ബലിയിലും. ഇത് രണ്ടും മതി. കുടുംബ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും. ഇത്രയും കാര്യമുണ്ടോ, ദൈവം നിന്നെ നയിക്കും. കുറച്ച് നാൾ ഒരാളുമായിട്ട് ഇടപഴകി, അയാളിലുള്ള നന്മയെല്ലാം കണ്ട് അയാളുമായിട്ട് പിന്നെ അങ്ങോട്ട് പോവുക. ഈ കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റ് അതാ. ജോലി മേഖലകളെല്ലാം തെറ്റായ ബന്ധങ്ങൾക്കുള്ള കേന്ദ്രങ്ങളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. കൊച്ചിയിലും ബാംഗ്ലൂരും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മൾക്ക് മുന്നിലുള്ള വ്യക്തികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നന്നായിട്ട് അഭിനയിക്കും. അവർ നമ്മുടെ മുൻപിൽ പലതും കാണിക്കും, പല സ്വഭാവ രീതിയും കാണിക്കും, പല നന്മകളുള്ളതായിട്ട് നമുക്ക് തോന്നും. ഒരു നന്മയും ദൈവത്തിൽ നിന്നല്ലാതെ പുറപ്പെടില്ല.
ഒരു നന്മയും ദൈവത്തിൽ നിന്നല്ലാതെ പുറപ്പെടില്ല. അതുകൊണ്ടാണ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് ക്രിസ്തുവിൻ്റെ പടയാളിയാണ്. ലോകത്തിൻ്റെതല്ല, കുടുംബത്തിൻ്റെതല്ല, വ്യക്തി ജീവിതത്തിൻ്റെതല്ല, ക്രിസ്തുവിൻ്റെ പടയാളിയാണെങ്കിലേ ക്രിസ്തു നിനക്ക് അവൻ്റെ സ്പിരിച്വൽ വെപ്പൺസ് നിനക്ക് തരുള്ളൂ. ക്രിസ്തുവിൻ്റെ പടയാളി, ക്രിസ്തുവിൻ്റെ അത് മാത്രമായിരിക്കണം നീ, മറ്റൊന്നിൻ്റെയുമല്ല. മരണശേഷവും അങ്ങനെ തന്നെ ആയിരിക്കും. മരിക്കുന്നതിന് മുമ്പ് നീ അങ്ങനെയാണെങ്കിൽ മരണശേഷവും നിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് പല സുഖവും പല സൗകര്യങ്ങളും പല പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളും നിനക്ക് തരാൻ പറ്റും. പക്ഷേ നിൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതെല്ലാം വിട്. ഇന്നലെ വരെയുള്ളത് നിങ്ങളെല്ലാം വിട്ടേക്ക്. ഞാൻ പറയണത് ഇന്നത്തെ മുതലുള്ള ജീവിതമാണ്. ഇന്നലെ വരെ നമ്മൾ പാപത്തിലായിരിക്കാം, ഇന്നലെ വരെ നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം, ഇന്നലെ വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഇന്നു മുതൽ, ഫ്രം ടുഡേ ഇറ്റ് സെൽഫ്, ഞാൻ പറയുന്നത് ഇന്നു മുതൽ നിങ്ങൾ നോക്ക്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക. മറ്റൊന്നിലേക്ക് നിങ്ങൾ പോകല്ലേ. നല്ല പടയാളിയാകുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് കൂടെ സഹിക്കുകയും യേശുവിന് വേണ്ടി സഹിക്കുകയും ചെയ്യുന്നതാണ്. ആത്മാക്കളെ നേടുന്ന വിഹിതം നീ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾക്ക് അതിൻ്റെ പ്രതിഫലം തമ്പുരാൻ കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാക്കളെ നേടണം, ആത്മാക്കളെ നേടണം. മറ്റൊന്നുമല്ല ജീവിതത്തിൽ ആത്മാക്കളെ നേടണം. പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നീ മുട്ടുകുത്തണേ. ശുദ്ധീകരണ സ്ഥലത്ത് ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി മുട്ടുകുത്തണേ. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്ത് നിന്ന്, നമ്മളായിരിക്കുന്ന കുടുംബത്തിൻ്റെ ദേശത്ത് നിന്നൊക്കെ മരിച്ചുപോയ വിജാതീയരുടെ, വ്യക്തികളായിട്ടുള്ള വിജാതീയരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുട്ടുകുത്തണം. ക്രിസ്ത്യൻസിനോ കാത്തലിക്സിനോ വേണ്ടി മാത്രമല്ല, സകലതും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഈ ലോകത്തിൽ മതങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചതാ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെയാണ് എല്ലാം. എങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, സകലരെയും സ്നേഹിക്കാം, സകലതിനെയും സ്നേഹിക്കാം. വിശ്വസിക്കരുത്, ക്രിസ്ത്യാനിറ്റി വിട്ട് ജീവിക്കരുത്, ആചാരങ്ങളെ സ്വീകരിക്കരുത്, വ്യക്തിത്വങ്ങളെ സ്വീകരിക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് വ്യക്തികളെയല്ല, പുരുഷൻ, സ്ത്രീ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, ഇതെല്ലാം സ്ഥാനങ്ങളാണ്. പക്ഷേ ഇതിനകത്തുള്ള, ഈ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയുടെ അകത്തുള്ള ആത്മസ്ഥിതി, ആത്മാവിൻ്റെ അവസ്ഥയായിരിക്കണം നീ നോക്കേണ്ടത്. അതിനുവേണ്ടി നീ നിലകൊള്ളണം. ഒരു വ്യക്തി മദ്യത്തിന് അഡിക്റ്റഡ് ആണെങ്കിൽ ആ വ്യക്തി മദ്യപാനിയാണ് എന്നല്ല നീ നോക്കേണ്ടത്. ആ വ്യക്തിയുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന മദ്യത്തിൻ്റെ അരൂപിയിലേക്ക് നിന്റെ കണ്ണെത്തണം. അതിനെതിരെ നീ പ്രവർത്തിക്കണം. വ്യക്തിക്കെതിരെ അല്ല നീ മുട്ടുകുത്തേണ്ടത്, ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ മുട്ടുകുത്തണം. ആരാധിക്കണേ ദൈവത്തിനെ. ദൈവത്തിനെ ആരാധിക്കാൻ മറന്നുപോകല്ലേ. ത്രിയേക ദൈവത്തിനെ നീ മുട്ടുകുത്തി തന്നെ ആരാധിക്കണേ. മുട്ടുകുത്തി തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കണം. അടിയറവ് വെക്കണം, അടിയറവ് വെക്കണം. കർത്താവിൻ്റെ മുൻപിൽ പൂർണ്ണമായിട്ട് അടിയറവ് വെച്ചിട്ടുള്ള ജീവിതം മതി. യേശുവേ, ഞാൻ നിൻ്റെ അടിമയാണ് എന്ന് തന്നെ പറയണം. ധൂർത്തുപുത്രൻ പറഞ്ഞതുപോലെ നിൻ്റെ ദാസന്മാരിൽ ഒരുവനായിട്ട് എന്നെ സ്വീകരിക്ക്. കർത്താവ് ശിഷ്യരുടെ പാദം കഴുകിയാണ് ബലിക്കൊരുങ്ങിയതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, കുടുംബത്തിൽ നിന്ന് നമ്മൾ ഇതുപോലെ പാദം കഴുകി പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കണം. പരിശുദ്ധ ബലി എന്ന് പറയുന്നത് ഒരു ദിവസത്തെ 1 മണിക്കൂറിൻ്റെ ഒരു ശുശ്രൂഷയല്ല, ഒരായുസ്സിലേക്ക് വിഹിതമാണ് പരിശുദ്ധ ബലി. ഒരായുസിലേക്കുള്ള വിഹിതം ഒരു ബലിയിലുണ്ടെങ്കിൽ ദിവസവും ബലിയർപ്പിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആയുസ് മുഴുവൻ ക്രിസ്തു മാത്രമാണ്, അവൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തു മാത്രമാണ്. അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ, ആർക്ക് വേണ്ടി നിലകൊള്ളുന്നുവോ, അവനിൽ നിന്ന് പുറപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ ശക്തി മറ്റൊരുവനിലേക്ക്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ വചന ശുശ്രൂഷ വേദികളിൽ മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ നടക്കുന്ന വഴികളിൽ സുവിശേഷം കൊടുക്കും. ഞാൻ അത് യേശുവിനെ കൊടുക്കും. ഞാൻ നോക്കുമ്പോൾ, ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിട്ട് അതിൽ ക്രിസ്തുവിന് ആവശ്യമുള്ളവരുണ്ടോ എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് നോക്കും. പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ഈശോയെ ആവശ്യമുണ്ട്, മനസ്സിനൊരു ഭാരമുണ്ടെന്ന് തോന്നിയാൽ ആ ആത്മാവ് എനിക്കുള്ളതാണ്, അതിനെ ഞാൻ വിടില്ല. അതിന് പുറകെ ഞാൻ ചെല്ലും, അതിനു വേണ്ടി ഞാൻ മുട്ടുകുത്തും. ഇത് പക്ഷെ ഞാനും എൻ്റെ കർത്താവല്ലാതെ മറ്റാരും അറിയത്തുമില്ല. പ്രിയമുള്ള ദൈവജനമേ, സുവിശേഷ പ്രഘോഷണം മൈക്ക് കയ്യിലെടുത്താൽ മാത്രം നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല.
സുവിശേഷ വേല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതല്ല. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, മാർക്കറ്റുകളിൽ, വാഹനങ്ങളിൽ, യാത്രകളിൽ, എയർപോർട്ടുകളിൽ, ഫ്ലൈറ്റുകളിലും ട്രെയിനുകളിലൊക്കെ ദൈവം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഇരിക്കുന്ന വ്യക്തിയുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം. അവിടെ ഇരുന്ന് എന്നെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം. ദൈവമേ, നീ ഒന്ന് വെളിപ്പെടുത്തിത്താ, ഇവൾക്ക് എന്താണ് ആവശ്യം, ഞാൻ എന്താ കൊടുക്കണ്ടേ? കൊടുക്കണം. കറൻസി അല്ല, ക്രിസ്തു എന്ന് പറയുന്ന സ്പിരിച്വൽ കറൻസി മാത്രമേ കൊടുക്കാവൂ, മറ്റൊന്നും കൊടുക്കരുത്. ബാക്കിയുള്ളതെല്ലാം പ്രിയപ്പെട്ടവരെ നശ്വരമാണ്. ക്രിസ്തുവാണ് അനശ്വരമായിട്ടുള്ളത്, അവനെ കൊടുക്കണം. അതിൻ്റെ പേരാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അനുഭവിച്ചവനെ ക്രിസ്തുവിന് കൊടുക്കാൻ പറ്റുള്ളൂ. ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുണ്ടോ നീ വിളമ്പും ഈശോയെ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒത്തിരി വിളമ്പുമ്പോഴാണ് നമ്മുടെ കൈകളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടുകയുള്ളൂ. നമ്മുടെ കരങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണം. വിളമ്പുന്ന കൈകളിൽ നിന്നേ കർത്താവിൻ്റെ ശക്തി പുറപ്പെടുകയുള്ളൂ. തിരിച്ചടികളുണ്ട്, ഇല്ലെന്നല്ല. ഒരാത്മാവിനെ നേടുമ്പോൾ ഫ്രീ ആയിട്ട് വീട്ടിലെത്തുമെന്ന് നീ വിചാരിക്കേണ്ട. വരുന്ന വഴിക്ക് ഒരു പട്ടിയെങ്കിലും കടിച്ചിട്ടുണ്ടാവും, അത് സഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചടിയില്ലാത്ത ഒരു ശുശ്രൂഷയുമില്ല. തിരിച്ചടി വേണം. തിരിച്ചടി ഉണ്ടോ ഉറപ്പിച്ചോ, നിന്നെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. തിരിച്ചടികളില്ലാത്ത ഒരു ശുശ്രൂഷയുമില്ല. ഇന്നലെ ഇപ്പം നമ്മൾ ചെയ്ത ശുശ്രൂഷയിൽ നിങ്ങളെന്താ വിചാരിച്ചേ? ഫ്രീ ആയിട്ട് ബ്രദർ ചെയ്തെന്നാണോ? അല്ല. അതിന് പറയില്ല, ഞാൻ പറഞ്ഞില്ലേ, ആ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് സഹനം എത്തിയിട്ടാണ് ഞാൻ ഇന്നലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്നാലും ധൈര്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ ധൈര്യം, അല്ലാതെ ഞാനിപ്പോൾ അതല്ല. ആത്മാവിൻ്റെ ധൈര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിലും അലേർട്ടായിരിക്കാം. നമ്മളെല്ലാം സൂക്ഷ്മതയോടെ നോക്കണം. യേശുവിൻ്റെ നാമത്തിൽ നോക്കണം. സന്ദേശങ്ങൾ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സന്ദേശങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ വെളിപ്പെടുത്തലുകൾ നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് എപ്പോഴും ചോദിക്കണം. ശുശ്രൂഷകർക്ക് മാത്രമുള്ള അവകാശമല്ലത്, സകല മനുഷ്യർക്കും കിട്ടുമത്. ദൈവം പരിശുദ്ധാത്മാവേ, നിൻ്റെ വെളിപ്പെടുത്തലുകൾ നൽകണമേ. വെളിപ്പെടുത്തലുകൾ എന്ന് തന്നെ പറയണം, മെസ്സേജസ് അല്ല. അതിപ്പോൾ വാട്സാപ്പിലും ഉണ്ട്, അതുകൊണ്ട് അത് പറയണ്ട. വെളിപ്പെടുത്തലുകൾ നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് തന്നെ ചോദിക്കണം. ഒരു വ്യക്തിയെ മുന്നിൽ കിട്ടിയാൽ 2 സെക്കൻഡെങ്കിലും നീ കണ്ണടച്ച് പിടിച്ച് വെളിപ്പെടുത്തലുകൾ നൽകണമേ പരിശുദ്ധാത്മാവേ. എന്തെങ്കിലും ഒന്ന് നിൻ്റെ ആന്തരിക നേത്രത്തിൽ ഈശോ കാണിക്കും. അങ്ങനെ കാണിച്ച് വരുമ്പോഴാണ് നമ്മുടെ അന്തരാത്മാവിൽ ദൈവിക ചൈതന്യം വരികയുള്ളൂ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:2 നമ്മൾ വായിക്കുന്നില്ല, ആഴിക്ക് മുകളിൽ അന്ധകാരം ഉണ്ടായിരുന്നു, അത് മാറ്റപ്പെട്ടിട്ടില്ല, ഇന്നും അന്നും എന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അന്ധകാരത്തിൻ്റെ മറ്റൊരു ഫോമാണ് ഇരുട്ട്. ഇരുട്ട് എന്ന് പറയുന്നത് ഒരിക്കലും അന്ധകാരമല്ല. കാരണം ഇരുട്ട് അന്ധകാരത്തിൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണ്. അതുകൊണ്ട് ഇരുട്ടിന് ദൈവം വെളിച്ചത്തിൽ നിന്ന് വേർതിരിച്ച് ഇരുട്ടിന് രാത്രിയെന്നും വെളിച്ചത്തിന് പകലെന്നും പേരിട്ടു. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇരുട്ടിൽ നമ്മൾ അന്ധകാരത്തിൻ്റെ മറ്റൊരു തലമായ ഇരുട്ടിൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇരുട്ടിൽ അല്ലെങ്കിൽ ഉറങ്ങണം. ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും ഇരുട്ടിൽ രാത്രിയുടെ യാമങ്ങളിൽ ചെയ്യരുത്. മറ്റൊന്നും ചെയ്യരുത്. മൂവീസ് കാണാനോ സംസാരിച്ചിരിക്കാനോ ജോലി ചെയ്യാനോ, നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോയി ചെയ്യാം. വീട്ടിനകത്തുള്ള ജോലികളോ വീട്ടിനകത്തുള്ള കാര്യങ്ങളോ ഒന്നും കിടക്കേണ്ട ഉറങ്ങേണ്ട സമയത്ത് ചെയ്യരുത്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുമ്പോൾ നിന്നെ കാക്കുന്ന മാലാഖമാർ നിനക്ക് വേണ്ടി ഉണർന്നിരിക്കാനുള്ളതാണ്. അത് നീ ഉറങ്ങിയാൽ മാത്രമേ അവർ നിനക്ക് വേണ്ടി ഉണർന്നിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ഇത് രണ്ടുമല്ലാത്ത സമയത്ത് ആ മാലാഖമാരുടെ സംരക്ഷണം നമ്മൾ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോൾ ഈ അന്ധകാരത്തിൻ്റെ ശക്തി നമ്മളിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മൾ കണ്ണടക്കുമ്പോൾ നമ്മളിൽ ഇരുട്ട് കാണുന്നത് കൊണ്ടാണ്. കണ്ണടച്ചാൽ ഇരുട്ട് കാണുന്നതെന്ന് പറയും. എൻ്റെ ഉള്ളിലുള്ള അന്ധകാരത്തെ ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാ. ആ അന്ധകാരത്തെ എൻ്റെ കണ്ണടക്കുമ്പോൾ ഞാൻ കാണുന്ന അന്ധകാരത്തെ എങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റും? എന്നിലുള്ള അന്ധകാരം മാറണമെങ്കിലാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ വെളിപ്പെടുത്തലുകൾ നൽകണമേ. അപ്പോൾ കണ്ണടക്കുമ്പോൾ അന്ധകാരം കാണുന്നതിന് പകരം എതിർവശത്ത് നിൽക്കുന്ന ദേശത്തിൻ്റെ വ്യക്തികളിലുള്ള അവസ്ഥകളെ കണ്ണടക്കുമ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തരും. ആ കാണിച്ച് തന്ന് തുടങ്ങുന്നത് എപ്പോഴാണ്? എൻ്റെ ഉള്ളിലുള്ള അന്ധകാരം മാറി വരുന്നു എന്നുള്ളത് എനിക്കപ്പോൾ ഉറപ്പിക്കാം. ഹല്ലേലൂയ. സന്ദേശമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സന്ദേശം കിട്ടി എന്നുള്ളതിൽ നിങ്ങൾ ആശ്വസിക്കേണ്ട. അതിനപ്പുറത്താണ് ആ സന്ദേശം നിനക്ക് കണ്ണടയ്ക്കുമ്പോൾ കിട്ടാൻ നിൻ്റെ ഉള്ളിലുള്ള അന്ധകാരത്തെ ദൈവം പുറത്താക്കിയിട്ടേ നിനക്ക് കർത്താവായ ഈശോ മിശിഹ സന്ദേശം തരുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കണ്ണടച്ച് പിടിച്ച് കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവേ വെളിപ്പെടുത്തലുകൾ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ വെളിപ്പെടുത്തലുകൾ എന്ന് പറയണം. നിങ്ങൾ നിർബന്ധം പിടിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ, നിർബന്ധം പിടിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ. അതിനുവേണ്ടി നിങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു വചനം നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആകാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു വചനം എടുത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഈ വചനം 1 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാം. ഒരു സെൻറ്റൻസ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിലിപ്പോൾ ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് കൊണ്ട് ഞാനിത് പറഞ്ഞു തീർത്തു. ബൈബിളിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ 4 സെക്കൻഡ് കൊണ്ട് വായിക്കേണ്ട വചനം 5 മിനിറ്റ് എടുത്ത് വേണം നിങ്ങൾ വായിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വചനത്തിന് വേണ്ടി, ഈ ഒരു വചനം വായിക്കാൻ നീ ഒരു 5 മിനിറ്റ് കൊടുക്കുക. നിൻ്റെ സമയം ഈ ഒരു വചനത്തിന് വേണ്ടി 5 സെക്കൻഡ് കൊണ്ട് നിനക്ക് വായിച്ചു തീർക്കാവുന്ന ആ വചനത്തിന് വേണ്ടി നീ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. ഈ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ വചനവും നീയും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ് അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനവും നീയും തമ്മിൽ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുക. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം സ്ഥാപിക്കപ്പെടും. നീ ആ വചനത്തിലും ആ വചനം നിന്നിലും രൂപപ്പെടുക ചെയ്യുന്നത്. അവിടെ രൂപപ്പെട്ട് അത് നിന്നിൽ മാംസം ധരിക്കപ്പെടും. ഇതാണ് വചനാഭിഷേകം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെയല്ല, വായിച്ചു പോകും, കുറേ കവർ ചെയ്യാൻ ശ്രമിക്കും. അതല്ല രീതി പ്രിയപ്പെട്ടവരെ. ഞാൻ ചെയ്തതല്ല. ഞാനൊരു 5 സെൻറ്റൻസിൻ്റെ ഒരു പാരഗ്രാഫ് വചനത്തിൽ നിന്ന് എടുത്താൽ ആ 5 സെൻറ്റൻസും വെച്ച് പറ്റുമെങ്കിൽ 10 ദിവസം ഇരിക്കും. യേശുവേ, ഗുരോ, ഇതെല്ലാം വേർഡും എടുത്തിട്ട് ഈ ഗുരോ എന്നുള്ള വേർഡിൽ തന്നെ ഞാൻ 3 ദിവസം ഇരുന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഗുരോ എന്ന് യേശുവിനെ വിളിച്ച ഗുരോ എന്താണെന്നറിയാൻ ആ ഗുരോ എടുത്തിട്ട് 3 ദിവസം ഞാൻ അതിൻ്റെ പുറകെ ഇരുന്നിട്ടുണ്ട്. ഒരു വചനം, ഞാൻ കുറേ വചനമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവർ, പക്ഷെ വചനം എടുത്താൽ ആ വചനത്തിന് വേണ്ടി ഒരു വചനത്തിന് നിങ്ങൾ കൊടുക്കുന്ന ടൈം അനുസരിച്ചാണ് ആ വചനം നിങ്ങളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഒരു പാത്രത്തിൽ ചോറെടുത്ത് വെച്ചാൽ ഈ ചോറ് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് തിന്നാം, ദഹിക്കില്ല. ഹല്ലേലൂയ. ഈ ചോറ് എനിക്ക് പതുക്കെ ചവച്ചരച്ച് കഴിച്ചാൽ അത് ദഹിക്കും, വയറിന് കേടില്ല. അത് ഞാൻ സ്വീകരിച്ചാൽ അതെനിക്ക് പോഷണമാകും. ഹല്ലേലൂയ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ചോറ് കഴിച്ചാൽ എനിക്ക് വിശപ്പ് കെടും, പക്ഷെ അതെനിക്ക് പോഷണമാവില്ല. കാരണം ഞാനത് ദഹിക്കാൻ, എൻ്റെ ഉമിനീരുമായിട്ട് അത് ലയിക്കാൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. പകരം ആർത്തി പിടിച്ചു തിന്നു. ഈ ആർത്തി വേണ്ട, ആവേശ ശുശ്രൂഷയില്ലേ, അത് അപകടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ വേണം, ആവേശ ശുശ്രൂഷ അപകടമാണ്. ഇപ്പം തന്നെ എന്ന് പറഞ്ഞിറങ്ങരുത്, അപകടമാണ്. ഒന്നും വരില്ല, പിശാച് കൂടെ പോരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വചനം നിങ്ങളെടുത്ത് ആ വചനത്തിന് വേണ്ടി നീ സമയം അനുവദിക്കണം. അപ്പോൾ ഈശോയ്ക്കാണ് നീ സമയം കൊടുക്കുന്നത്. ഓരോ വചനവും ഈശോ തന്നെയാണെങ്കിൽ നീ സമയം കൊടുക്കുന്നത് ഈശോയ്ക്ക് തന്നെയാണ്. ഒരു സെൻറ്റൻസ് ഉള്ള ഈശോയ്ക്ക് നിനക്ക് ഒരു സെൻറ്റൻസ് വായിക്കാൻ ഞാൻ പറഞ്ഞില്ലേ 5 സെക്കൻഡ് മതി. ആ ഒരു സെൻറ്റൻസ് വചനം ഈശോ ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് ആകുന്ന ഈശോയ്ക്ക് 5 സെക്കൻഡ് കൊടുക്കേണ്ട നീ 10 മിനിറ്റ് കൊണ്ട് ഈശോയുടെ ആ ഒരു സെൻറ്റൻസ്, ഈശോ എന്ന് പറയുന്ന വചനം എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിന് നീ 10 മിനിറ്റ് കൊടുക്കുക. ദൈവമേ, ഈ ഒരു വചനം നീ എനിക്ക് പഠിപ്പിച്ചതാ, ഞാൻ 10 മിനിറ്റ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കും. ഞാൻ ചെയ്യുന്നതാ. ഒരു വചനം എടുത്താൽ ആ വചനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കും. മലയാളമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ വചനം മലയാളവുമല്ല, മനസ്സിലാക്കാൻ എളുപ്പവുമല്ല. അതിനകത്ത് ദൈവിക ചൈതന്യമായതുകൊണ്ട് ദൈവാത്മാവിൽ നിറഞ്ഞു വായിച്ചാൽ മാത്രമേ വചനം നിന്നിൽ മാംസം ധരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, മാസികകൾ വായിക്കുന്ന ലാഘവത്തോടുകൂടെ മാത്രമേ വചനത്തെ നിനക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പലരുടെയും ബൈബിള് താഴ്ത്താൻ ഞാൻ കണ്ടത് ഈ ദിവസങ്ങളിലെല്ലാം. പലരും ബൈബിളിൽ നമ്മൾ കാല് ചവിട്ട് കിടത്തുന്ന സ്ഥലത്താണ് ബൈബിൾ കൊണ്ട് വെച്ചിരിക്കുന്നത്. തെറ്റാ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഓർക്കില്ല. കർത്താവിനെ ചവിട്ടി ഇറക്കാൻ വിട്ടുകൊടുത്തതിന് തുല്യമാണ്. ബൈബിളിന് പുറത്ത് വെച്ച് എഴുതാൻ പാടില്ല. ബൈബിള് നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് യേശു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഗ്രന്ഥം എന്ന് പറയാൻ പോലും നമുക്ക് പറ്റില്ല. അതാണ് വിശുദ്ധ ബൈബിള്. കാരണം അത് ഈശോ മിശിഹ തന്നെയാണ്, ദൈവം തന്നെയാണ്, സ്വർഗം തന്നെയാണ് അതിനകത്ത്. അത് മറ്റൊന്നുമില്ല. പേപ്പറിൻ്റെയും അക്ഷരങ്ങളുടെയും രൂപത്തിൽ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പേപ്പറും അക്ഷരങ്ങളുമല്ല, ജീവിക്കുന്ന വചനമാണ്. ഇതിൽ നിങ്ങൾ ജീവിച്ചാൽ അത് നിങ്ങളിൽ ജീവിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് അധ്വാനിക്കുന്ന
കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. കർഷകനാ ഞാനും നിങ്ങളുമൊക്കെ കർഷകരാണ്. വിളകളും കളകളും തിരിച്ചറിയാൻ കഴിവുള്ളവനെ മാത്രമേ കർഷകൻ എന്ന് വിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പാടത്തെ പണിക്കാരൻ എന്ന് പറയാനേ പറ്റുള്ളൂ. കർഷകൻ എന്ന് പറഞ്ഞാൽ വിത്ത് തിരിച്ചറിയുന്നവനാണ് കർഷകൻ. നല്ല വിത്തും മോശം വിത്തും തിരിച്ചറിയുന്നവനാണ് കർഷകൻ. കർഷകൻ എന്ന് പറഞ്ഞാൽ നല്ല നിലവും മോശം നിലവും തിരിച്ചറിയുന്നവൻ്റെ പേരാണ് കർഷകൻ. അതുകൊണ്ട് തന്നെ വിളവ് അതിൻ്റെ ആദ്യത്തെ പങ്കും അവന് തന്നെയാണ് കൊടുക്കേണ്ടത്. കർഷകനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പാകേണ്ട ഒരുക്കേണ്ട നിലം നിങ്ങൾക്ക് ദൈവം തരും. പാറയും കല്ലുകളുമുള്ള നിലം ദൈവം നിനക്ക് തന്നിട്ട് പറയും, ഇവിടെ നീ കൃഷി ചെയ്തൊന്ന് കാണിക്കെന്ന് പറയും. അതാണ് നമ്മുടെ കുടുംബം. അവിടെ പാറകളും കല്ലുകളും നല്ല നിലമല്ലാത്ത അവസ്ഥകളും മുൾച്ചെടികളൊക്കെ ഉണ്ട്. പക്ഷേ ഈശോ നിനക്ക് തന്ന നിലമാണ് അതാണെങ്കിൽ അവിടെ തന്നെ നീ കൃഷി ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം ആ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പിൽ കർത്താവ് അതിൻ്റെ പങ്ക്, അതായത് നിത്യജീവൻ നിനക്ക് തന്നെ കർത്താവായ ഈശോ മിശിഹാ തരും. ഇതേ കർഷകൻ അതിൽ വിജയിക്കുമ്പോഴാണ് അടുത്ത നിലം നിനക്കൊരുക്കി തരുന്നത്. അതാണ് കർഷകനെ സംബന്ധിച്ച് ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത്. അടുത്ത നിലം ഒരുക്കി തരുമ്പോഴും ആ നിലവും നിനക്ക് യോജിച്ചതല്ല. ആ നിലം ഏതെങ്കിലും ചവിട്ടി നടക്കാനോ അല്ല ബിൽഡിംഗ് പണിയാനോ ഉള്ള നിലമാണെങ്കിൽ അവിടെയും കർത്താവ് നിന്നോട് പറയും, നീ അവിടെ വിളവിറക്കാൻ പറയും. പ്രിയമുള്ള ദൈവജനമേ, കളകളും വിളകളും തിരിച്ചറിയാൻ കർഷകന് പറ്റണം. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ എന്ന് പറയുന്നത് നല്ല കർഷകൻ്റെ നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ആത്മാക്കളെ തിരിച്ചറിയാൻ പറ്റണം, മുന്നിലുള്ളതിനെ തിരിച്ചറിയാൻ പറ്റണം, പിന്നിലൂടെ വരുന്നതിനെ വിവേചിച്ചറിയാൻ പറ്റണം. ഇരുവശങ്ങളിലുള്ളതിലേക്ക് നിൻ്റെ നോട്ടം എത്തണം. മുകളിൽ നിന്ന് വരുന്നതിൽ നിന്ന് മാറേണ്ടതാണെങ്കിൽ മാറാനും സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കാനുമുള്ള വിവേകം നിനക്കുണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ശരീരം എടുത്തു നോക്കിയേ, ശിരസ് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുന്ന വഴി ഭൂമിയിലാണ്. അതായത് കാൽപാദം ഭൂമിയിൽ ഉറപ്പിച്ചിട്ട് ശിരസ് ദൈവത്തിലേക്ക്, അതായത് പാദം പാമ്പിഴയുന്ന ഇടത്ത് എൻ്റെ പാദവും എൻ്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്കും, രണ്ടും രണ്ടറ്റത്ത് കർത്താവ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ ശിരസ് സ്വർഗത്തിലും അവൻ്റെ തലം അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്കും, അവൻ പാദമൂന്നിയിരിക്കുന്നത് പാതാളത്തിലേക്കുമാണ്. അവിടെ നിന്ന് നിനക്ക് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും നിനക്ക് സ്വീകരിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിൻ്റെ ശിരസ് വഴി സ്വർഗത്തിൽ നിന്നുള്ള അഭിഷേകം നിൻ്റെ പാദസ്പർശമേറ്റ ഭൂമിയിലേക്കും, നിൻ്റെ പാദസ്പർശമായിരിക്കുന്ന ഭൂമിയിൽ നിന്നുള്ള കെട്ട് നിൻ്റെ ശിരസിലെത്തിക്കൊണ്ടെന്ന ആലോചനയിലേക്കും നിനക്കതിനെ പ്രവേശിപ്പിക്കാൻ പറ്റും. നീയാണ് തീരുമാനിക്കേണ്ടത്. രണ്ട് ഡയറക്ഷനാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. സ്വർഗത്തിലേക്കുള്ള ഡയറക്ഷനും പാതാളത്തിലേക്കുള്ള ഡയറക്ഷനും ഒരു വ്യക്തിയിൽ തന്നെ കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നീയാണ് തീരുമാനിക്കേണ്ടത് ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന്. ഇതും കർഷകൻ്റെ രീതിയാണ്. കർഷകനാണെങ്കിലേ പാദം ഭൂമിയിൽ ഊന്നുള്ളൂ. അതുകൊണ്ട് നിൻ്റെ പാദം ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ കർത്താവാണ് നിനക്ക് ബലം തന്നതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ബലത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അവൻ്റെ സർപ്പത്തോട് പറഞ്ഞു, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പരിക്കേൽപ്പിക്കുന്നവൻ, കുതികാലിൽ പരിക്കേൽപ്പിക്കുന്നവൻ നിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ, കാലിൻ്റെ അടുത്തുകൂടെ നീ ചവിട്ടാൻ പോകുന്ന സ്ഥലത്ത് വരെ അത് അവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ നിൽക്കുന്നിടം വിശുദ്ധീകരിക്കേണ്ടത് ദൈവത്തിന് നിന്നിലൂടെ ആയിരിക്കും. അതുകൊണ്ട് നീ വിശുദ്ധീകരിക്കപ്പെട്ടാലേ നീ നിൽക്കുന്നിടം വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. നീ വിശുദ്ധീകരിക്കപ്പെട്ടാലേ നീ നിൽക്കുന്നിടം വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിശുദ്ധീകരിക്കപ്പെടണം. അതിന് നിയമാനുസൃതം പടപൊരുതണം. നിയമം ക്രിസ്തു എന്ന് പറയുന്ന ജീവൻ്റെ നിയമമാണ്. ക്രിസ്തു എന്ന് പറയുന്ന ജീവൻ്റെ നിയമമാണ്. നിയമാനുസൃതം പടപൊരുതണം. നിയമാനുസൃതം. കുദാശകൾ വിട്ട്
ക്രിസ്തുവിനെ പ്രഘോഷിക്കരുത്. കത്തോലിക്ക സഭ വിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കരുത്. സഭ പഠിപ്പിക്കുന്നു, സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നെങ്കിൽ സഭയിൽ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നെങ്കിൽ നീ വിശുദ്ധമാക്കപ്പെട്ടതിന് ശേഷം നീ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. പാപത്തിൻ്റെ അധരത്തിൽ ക്രിസ്തു പ്രഘോഷിക്കപ്പെടാൻ പാടില്ല. പാപകരമായ മനസ്ഥിതി ഉള്ളപ്പോൾ ക്രിസ്തു പ്രഘോഷിക്കപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പാപം ചെയ്ത് നിൽക്കുമ്പോൾ യേശുവിനെ പ്രഘോഷിച്ചാൽ എൻ്റെ കർത്താവിനെ ഞാൻ ചെളിയിൽ വാരി വിളമ്പുന്നതിന് തുല്യമാണ്, ചെളിയിൽ മുക്കി കർത്താവിനെ കൊടുക്കുന്നതിന് തുല്യമാണ്. അത് പാടില്ല, അത് തെറ്റാണ്, ദൈവീക നീതിയല്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശു ക്രിസ്തുവിനെ സ്മരിക്കുക. യേശു ക്രിസ്തുവിന് 2 തലമാണ് പൗലോസ്ലീഹ കൊടുത്തത്. 1 ദാവീദിൻ്റെ വംശജനും, 2 മരിച്ചവരിൽ നിന്ന് ഉയർത്തവനും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 തലമാണ്. 1 ദാവീദിൻ്റെ വംശജനും, 2 മരിച്ചവരിൽ നിന്ന് ഉയർത്തവനും. യേശുക്രിസ്തുവിന് ദൈവം കൊടുത്തിരിക്കുന്ന 2, പൗലോസ്ലീഹ കൊടുത്തിരിക്കുന്ന 2 തലക്കെട്ട്. ദാവീദ് വംശജൻ, എന്നോടുകൂടെ എണ്ണപ്പെട്ടു എന്നർത്ഥം. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ, അതായത് ഞാൻ ആയിരിക്കുന്ന ഭൂമിയിൽ എന്നെപ്പോലെ ജീവിച്ച് പാപമൊഴികിയ ബാക്കിയുള്ളതിനും എൻ്റെ സാദൃശ്യമുള്ള എൻ്റെ കർത്താവ് എന്ന് എനിക്ക് വിളിക്കാം. എല്ലാത്തിലും എൻ്റെ സാദൃശ്യം എന്ന് പറയാം. പാപമൊഴികെ അങ്ങനെയുള്ളവൻ എന്നിൽ നിന്ന് ഉയർത്തു. അതായത് മരിച്ചവരിൽ നിന്ന്, നമ്മളെപ്പോലെ മരിച്ചവരിൽ നിന്ന് ഉയർത്തവൻ. ലോകത്ത് അതുവരെ ഇപ്പോഴും നടക്കാത്തത്. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് ഒരു ദൈവം എന്ന് നമ്മൾ വിളിക്കുന്നതിനെല്ലാം ഈ മനോഭാവം, അല്ലെങ്കിൽ ഇതാണ് ദൈവത്വം എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കത്തോലിക്ക വിശ്വാസത്തിൽ ഞാൻ പ്രഘോഷിക്കുന്നത് ആർക്കും കുറ്റം പറയാനോ തർക്കിക്കാനോ പറ്റാത്ത വിശ്വാസ സംഹിതയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യാസമായി നിന്റെ കർത്താവായ ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ ജീവിക്കുന്ന ഏക സത്യദൈവം. കാരണം അവൻ മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തിട്ടുള്ളൂ. അവൻ മാത്രമേ പകരത്തിന് പകരം സ്നേഹം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അവൻ മാത്രമേ തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചിട്ടുള്ളൂ. തിരിച്ചടിക്കാൻ പറയാത്ത ഒരേ ഒരു ദൈവം ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ. കർമ്മഫലം കൊടുക്കാത്ത ദൈവം ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ. കർത്താവ് കൊടുക്കുന്നത് കർമ്മഫലമല്ല, കരുണയുടെ ഫലമാണ്. കർത്താവായി ഈശോ മിശിഹ എല്ലാ അർത്ഥത്തിലും മാന്യനായ ദൈവമാണ്. എല്ലാ അർത്ഥത്തിലും എനിക്ക് കൊണ്ടു നടക്കാവുന്നവനെയാണ് എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ വിശ്വസിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ആരിലും വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആരിലും വലിയവനാണ്. അവനെ നീ പ്രഘോഷിക്കുമ്പോൾ നിനക്ക് ലജ്ജ വേണ്ട, അഭിമാനം മതി. അവനെ നീ കൊടുക്കുമ്പോൾ നീ താഴ്ത്തപ്പെടുകയല്ല, ഉയർത്തപ്പെടുകയാണ് ചെയ്യണത്. കാരണം ഇതുപോലെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന മറ്റേത് ദൈവം, മറ്റേത് വിശ്വാസത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവർ? മറ്റെവിടെയില്ല എൻ്റെ കർത്താവായ ഈശോ മിശിഹ അല്ലാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ ഉണ്ടാവൂ, അവൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല, അവനല്ലാതെ മറ്റൊരു സ്നേഹമില്ല. ബാക്കിയുള്ള സ്നേഹത്തിലെല്ലാം കപടതയുണ്ട്, ബാക്കിയുള്ള സ്നേഹത്തിലെല്ലാം സ്വാർത്ഥതയുണ്ട്, ബാക്കിയുള്ള സ്നേഹത്തിലെല്ലാം ലാഭേച്ഛയുണ്ട്. ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹത്തിൽ കപടതയില്ല, ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹത്തിൽ സ്വാർത്ഥതയില്ല, ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹത്തിൽ പ്രിയമുള്ളവരെ ലാഭേച്ഛയില്ല. ലാഭേച്ഛയുണ്ടെങ്കിൽ നിന്റെ പാപാവസ്ഥയിലും അവൻ നിന്നെ സ്നേഹിക്കത്തില്ലായിരുന്നു. അവൻ ആത്മാക്കളെ പ്രതീക്ഷിക്കുന്നവനാ എന്ന് വെച്ച് അവൻ പാപത്തിലായിരിക്കുന്ന ആത്മാക്കളെ
കൈവിട്ട് കളയുന്നവനല്ല. അവൻ ആത്മാക്കളെ സ്വീകരിക്കാൻ കർത്താവ് ആർത്തിയോടെ നോക്കുന്നവനാണെങ്കിലും എൻ്റെ പാപം അവൻ മറന്നു കളയുന്നുണ്ട്. എൻ്റെ നന്മയും ഞാൻ ചെയ്ത കാര്യങ്ങളും മാത്രമേ അവൻ ഓർക്കുന്നുള്ളൂ. കാരണം അവൻ എൻ്റെ ആത്മാവിനെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? അനേകം ആത്മാക്കളെ നേടാനുള്ള വിഹിതം എൻ്റെ ആത്മാവിന് അവൻ തരാൻ തയ്യാറായി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം നേടിയാലും ഒന്നും നിങ്ങൾക്ക് ഉപകരിക്കില്ല. ഈ ലോകത്ത് നിങ്ങൾക്ക് എത്ര കോടി നിങ്ങൾ വീടോ മറ്റു വസ്തുക്കളോ വാഹനങ്ങളോ എന്ത് സമ്പാദിച്ചാലും നിങ്ങൾക്ക് അതിലൊന്നും സ്വസ്ഥത കിട്ടില്ല. അതിലെല്ലാം സാത്താൻ്റെ അരൂപികൾ കയറി വരും. ഈ ലോകത്തിൽ നിങ്ങൾ എത്ര വിശിഷ്ടമായിട്ടുള്ളത് കളക്ട് ചെയ്ത് വെച്ചാലും ലോകാരൂപി എന്ന് പറയുന്നത് ലോകത്തിൽ മുഴുവനുള്ളതാ. നീ കളക്ട് ചെയ്തത് എല്ലാത്തിലും ആ സ്പിരിറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ അത് വരും നിന്റെ ആത്മാവിൽ ഒഴുകി. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെ മാത്രമേ നീ പ്രീഷ്യസ് ആയിട്ട് കാണേണ്ടതുള്ളൂ. ഇതുമാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനോട് ഒന്നിനോടും നിനക്കൊരു അറ്റാച്ച്മെൻറ്റ് പാടില്ല. മരണശേഷം നിന്റെ ആത്മാവ് ഫ്രീ ആയി ഈ ലോകം വിട്ടുപോകണമെങ്കിൽ ഒന്നിനോടും യേശു ക്രിസ്തു അല്ലാതെ മറ്റൊന്നിനോടും ഇൻറ്റിമസി പാടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനോടല്ലാതെ മറ്റൊന്നിനോടും ഇൻറ്റിമസി പാടില്ല. ആ ഇൻറ്റിമസി നിന്റെ ആത്മാവിനിവിടെ കെട്ടിയിടാനേ ഇടവരുത്തുള്ളൂ. എല്ലാത്തിനോടും നിനക്ക് സ്നേഹമേ പാടുള്ളൂ, ഇൻറ്റിമസി പാടില്ല. സ്നേഹമേ പാടുള്ളൂ. ഒന്നും നിന്റെ ഇൻറ്റിമേറ്റ് അല്ല കർത്താവായ ഈശോ മിശിഹ അല്ലാതെ. ബാക്കി നിനക്ക് കിട്ടിയതെല്ലാം ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കള്, എല്ലാത്തിനോടും സ്നേഹമേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും പാടില്ല. അതിനപ്പുറത്തേക്ക് ഒന്നും കൊടുക്കാനും പാടില്ല. സകലതിനും കൊടുക്കേണ്ടത് സ്നേഹം മാത്രമാണ്. തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സ്നേഹം കൊടുക്കരുത്, കിട്ടില്ല. തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്നേഹവും ഒരാൾക്കും വിളമ്പണ്ട, കിട്ടില്ല. അത് ദൈവത്തിൽ നിന്നേ കിട്ടുള്ളൂ. കാരണം പാപികളെ സ്നേഹിച്ചവൻ ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ. പാപികളെ സ്നേഹിച്ചത് മറ്റൊരിടത്തും പാപികൾ സ്നേഹിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പാപികൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ. അപ്പോൾ ഈ പാപികൾ, ബൈബിളിൽ പറയുന്ന ഈ പാപികൾ യേശു കൂടെ ആയിരുന്നപ്പോഴും പാപികൾ എന്ന് തന്നെ അവർ വിളിക്കപ്പെട്ടു. യേശു അവരെ വിട്ടുപോയപ്പോഴും പാപികൾ എന്ന് പറയുന്ന കാറ്റഗറി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അത് ലോകാരൂപി ആവേശിച്ചിരിക്കുന്ന, ആധിപത്യം ചുമത്തിയിരിക്കുന്ന ഒരു ജനസമൂഹത്തെ അല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ അത് നമ്മളും ആ കൂട്ടത്തിലുള്ളതല്ലേ? പാപികൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മളും ഇല്ലേ? കാരണം ഈശോ നമ്മളോടൊത്തും ഭക്ഷണം കഴിക്കുന്നില്ലേ? അവൻ നമ്മളോടുകൂടെ ആയിരിക്കുന്നില്ലേ? അവൻ നമുക്ക് വിളമ്പി തരുന്നില്ലേ? അവന് നമ്മൾ വിളമ്പി കൊടുക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ഞാനും ഈ പറയുന്ന പാപിയാകുന്ന ഞാൻ യേശുവിനോട് കൂടെയല്ലേ? ഈ അവസ്ഥ ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടുണ്ടോ? അവൻ എന്നിൽ രൂപപ്പെട്ടപ്പോഴും ഞാൻ പാപത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ എന്നോട് പറഞ്ഞു നീ പാപത്തെ വെറുക്കണമെന്ന്. ഞാൻ വെറുത്തിട്ടുണ്ടോ? ഇല്ല. യേശുവിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഒരു തവണയെങ്കിലും ഞാൻ പാപത്തെ സ്നേഹിച്ചിട്ടില്ലേ? എന്തിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ അതെൻ്റെ ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ അത് ലോകത്തിൻ്റെതല്ലേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എത്ര വലുതാണെങ്കിലും നീ ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എത്ര വലുതാണെങ്കിലും നീ ചെയ്യരുത്. ഈശോയ്ക്ക് ഇഷ്ടമാണോ? നിനക്ക് ചെയ്യാം. ഈശോയ്ക്ക് ഇഷ്ടമല്ലേ? നീ വിട്ടുമാറണം അതിൽ നിന്ന്. അതാണ് ഈശോയുടെ ഇഷ്ടമെങ്കിൽ നീ അതിൽ നിന്ന് വിട്ടുമാറിയേ പറ്റുള്ളൂ. അത് കർത്താവിൻ്റെ ഹിതമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് ചേർന്ന വിധം നമ്മൾ ജീവിക്കണം. നമ്മൾ കുറേ പ്രാർത്ഥിക്കും, കർത്താവേ പരിശുദ്ധാത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഇതെല്ലാം പ്രാർത്ഥിച്ച് അഭിഷേകം നിറച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരുന്നത് വിളമ്പാനാണ്, നിലനിൽക്കാനല്ല. നിങ്ങളിൽ നിലനിൽക്കാൻ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടില്ല. ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ടെങ്കിൽ അനേകർക്ക് വിളമ്പണം. അനേകർക്ക് വിളമ്പുമ്പോൾ വീണ്ടും നിന്നിൽ അത് നിറയപ്പെടുകയും വിളമ്പുകയും വീണ്ടും നിറയപ്പെടുകയും വീണ്ടും വിളമ്പുകയും ചെയ്യുന്ന പ്രോസസ്സാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് വീണ്ടും വിതയ്ക്കും തോറും വിളമ്പിക്കൊണ്ടിരിക്കും. ഞാനിത് വിതച്ചുകൊണ്ടിരിക്കണം, വീണ്ടും വിളമ്പിക്കൊണ്ടിരിക്കും. ശുശ്രൂഷകനെ സംബന്ധിച്ച് ശുശ്രൂഷയാണ് അവൻ്റെ പ്രാർത്ഥന. സഹിക്കുന്നവനെ സംബന്ധിച്ച് സഹനമാണ് അവൻ്റെ പ്രാർത്ഥന. കുടുംബജീവിതത്തിലുള്ളവരെ സംബന്ധിച്ച് കുടുംബത്തിലുള്ളതെല്ലാം പ്രാർത്ഥന തന്നെയാണ്. അതിലുള്ള കണ്ണുനീരും വ്യാകുലങ്ങളും രോഗങ്ങളും സന്തോഷങ്ങളും
നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കുടുംബജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥന തന്നെയാണ്. മറ്റൊന്നിലും രക്ഷയില്ല കർത്താവായ ഈശോ മിശിഹായിലല്ലാതെ. ഹല്ലേലൂയ. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാനെല്ലാം സഹിക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കണം. പാപത്തിൽ മരിക്കണം. നമുക്ക് പാപത്തിൽ മരിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. പാപത്തിൽ ജീവിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. പാപത്തിൽ മരിക്കാൻ പറ്റണം. നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളിൽ നിന്ന് അകൽച്ച പാലിക്കുകയല്ല, ആ വ്യക്തികളെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതാണ് ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. നീ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നിന്നെ പാപത്തിലേക്ക് നയിക്കാൻ വന്നു. നീ അകൽച്ച പാലിച്ചപ്പോൾ നിൻ്റെ ആത്മാവിനെ നീ രക്ഷപ്പെടുത്തി. പക്ഷെ നിന്നെ പാപത്തിൽ പെടുത്താൻ വന്നവൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ചുകൂടെ ചിന്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാപത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല ക്രിസ്തു പഠിപ്പിച്ചത്, പാപത്തിനെ കീഴടക്കാൻ. കൃപ ലഭിച്ചാലല്ലാതെ അത് സാധ്യവുമല്ല. കൃപ ലഭിച്ചില്ലെങ്കിൽ അത് അസാധ്യമാണ്. കൃപ ലഭിച്ചവർക്കേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹായും ഈ മുള്ള് എന്ന് പറയുന്ന ഒരു അവസ്ഥ, പാപാവസ്ഥ അദ്ദേഹത്തിന് വന്നപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞത് തന്നെയാണ്, എനിക്കിത് മാറ്റിത്താ. ഈശോ പറഞ്ഞു, നിനക്ക് കൃപ മതി. കൃപ ലഭിച്ചാൽ നീ അതിനെ കീഴടക്കും. ഹല്ലേലൂയ. അപ്പം നമ്മൾ പാപത്തിന് കീഴടങ്ങുന്നുണ്ടെങ്കിൽ കൃപയ്ക്ക് കീഴടങ്ങാത്തത് കൊണ്ടാണ് പാപത്തിന് കീഴടങ്ങുന്നത്. എന്ത് തന്നെയാണെങ്കിലും ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് നമ്മൾ എല്ലാത്തിനും തേടുന്നത്. അത് കിട്ടില്ല. ശാശ്വതം എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ശാശ്വതമല്ല. പരിഹാരവും ശാശ്വതമല്ല. ഹല്ലേലൂയ. രോഗത്തിന് സൗഖ്യമെന്ന് പറയുന്നത് പരിഹാരമേ ഉള്ളൂ, ശാശ്വത പരിഹാരമല്ല. ഹല്ലേലൂയ. കടബാധ്യത മാറാൻ സമ്പത്ത് എന്ന് പറയുന്നതും പരിഹാരമേ ആകുന്നുള്ളൂ, ശാശ്വത പരിഹാരം എന്ന് പറയുന്നൊരു തലമില്ല മനുഷ്യനെ സംബന്ധിച്ച്. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് റെഡിയാണ്. ഒരു സഹനം കഴിയുമ്പോൾ അത് തീരുന്നില്ല, അടുത്തത് മറ്റൊരു വഴിയിലൂടെ നിന്നെ തേടി എത്തുന്നുണ്ടെങ്കിൽ ഈശോ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് ഉറപ്പിക്കാം. ഒരു സഹനം കഴിയുമ്പോൾ അടുത്തത് വരുന്നുണ്ടോ, നിനക്ക് കൃപ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നിനക്ക് ഉറപ്പിക്കാം. ഒരു സഹനം നിന്നെ വേട്ടയാടുമ്പോൾ ഒപ്പം മറ്റൊരു സഹനം കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം കർത്താവിന് നിങ്ങളെ വളരെ വളരെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ സമയം ഒന്നിൽ കൂടുതൽ സഹനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ മുൻപിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് എത്ര വിലയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്ര വിലയുണ്ടെന്നറിയോ? ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിങ്ങൾ കഷ്ടപ്പെട്ടാണോ കൂട്ടിമുട്ടിക്കുന്നത്? ഈ രണ്ടറ്റവും ക്രിസ്തു തന്നെ ആയതുകൊണ്ട് അവനെയാണ് നിങ്ങൾ കൂട്ടിമുട്ടിക്കുന്നത്. അതിനുവേണ്ടി നീ കഷ്ടത അനുഭവിക്കുന്നുണ്ടോ? നിൻ്റെ കഷ്ടതയെ ദൈവം വിളിക്കുന്ന പേര് പ്രാർത്ഥനയെന്നാണ്. ഹല്ലേലൂയ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്നെ സ്നേഹിക്കുന്ന കർത്താവാണെങ്കിൽ ഈ പ്രഭാതത്തെയും പ്രദോഷത്തെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ നീ എടുക്കുന്ന അധ്വാനത്തിന് ദൈവം വിളിക്കുന്ന പേര് പ്രാർത്ഥനയെന്നാണ്. കുടുംബത്തെ നേരാം വഴണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ പാടുപെടുന്നുണ്ടോ? നിൻ്റെ പാടുപെടൽ കർത്താവ് പറയുന്നത് പ്രാർത്ഥനയെന്നാ. നീ എത്ര പാടുപെട്ടിട്ടും നിൻ്റെ മക്കൾ നിനക്കെതിരാണോ? ഈശോ പറയുന്നു അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ഭാര്യ നിനക്കെതിരാണെങ്കിൽ അതിനർത്ഥം അവൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാ. കാരണം നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ നിനക്കെതിരെ നിൽക്കുമ്പോൾ അതിനെ നീ പ്രാർത്ഥന സ്വീകരിക്കുന്നതായിട്ട് കാണണം. സഹനത്തെ സ്വീകരിക്കുന്നതെല്ലാം പ്രാർത്ഥനയായിട്ടേ സ്വീകരിക്കാൻ പാടുള്ളൂ. സഹനത്തെ സ്വീകരിക്കുന്നതെല്ലാം ഉത്കണ്ഠകളായിട്ട് സ്വീകരിച്ചാൽ അത് പൈശാചികവും, സഹനത്തെ മറ്റൊരാളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭർത്താവിൽ നിന്നുള്ളതിനെ, സഹനമാകുന്നതിനെ സ്വീകരിക്കുന്നതെല്ലാം പ്രാർത്ഥനയായിട്ട് സ്വീകരിച്ചാൽ പ്രിയപ്പെട്ട ദൈവജനമേ, അത് കർത്താവായിട്ട് നിന്നിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. അഭിഷേകമായിട്ട് നിന്നിലേക്ക് പ്രവേശിക്കും. അവരുടെ ചീത്തവാക്കും അവരുടെ കുറ്റപ്പെടുത്തലും അവരുടെ ഒറ്റപ്പെടുത്തലും നിന്നിൽ യേശുവായി പ്രവേശിക്കട്ടെ. നിന്നിലത് ഭാരമായി പ്രവേശിക്കരുത്. അത് നിനക്ക് അറ്റാക്ക് വരുത്തും. അത് നിന്നിൽ സ്നേഹമായി പ്രവേശിക്കണമെങ്കിൽ അതിനുള്ളിൽ ഒരു ദൈവത്വത്തെ കാണാൻ
നിനക്ക് പറ്റണം. ഹല്ലേലൂയ. അവരുടെ പരിഹാസത്തിനുള്ളിലും അവരുടെ നിന്ദനത്തിനുള്ളിലും അവരുടെ ഒറ്റപ്പെടുത്തലുകൾക്കുള്ളിലും അവരുടെ കുറ്റപ്പെടുത്തലുകൾക്കുള്ളിലും അവർ നിനക്ക് തരുന്നതെല്ലാത്തിലും ദൈവത്തെ കാണാൻ പറ്റിയാൽ അവരിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം ദൈവികമേ ആകുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കെതിരെ തിരിയുന്നതിനെയെല്ലാം ദൈവത്തെ പോലെ നീ കാണണേ. നിനക്കെതിരെ തിരിയുന്നതിനെയെല്ലാം ദൈവത്തെ പോലെ കാണണം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലെ രക്തസാക്ഷികളെ നിങ്ങളൊന്ന് എടുത്തു നോക്കി. രക്തസാക്ഷികളെ കൊല്ലുമ്പോഴും അവർ ഒരക്ഷരം ഉരിയാടാതെ യേശുവിൽ നിന്ന് വ്യതിചലിക്കാതെ ധീരതയോടെ നിന്നു കൊടുക്കുമ്പോഴും അവരെ കൊന്നപ്പോൾ, ആ ശരീരത്തെ കീറി മുറിച്ചപ്പോൾ കർത്താവ് ആ ആത്മാവിലേക്ക് മാത്രമേ ഈശോ നോക്കുന്നുള്ളൂ. എങ്കിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമായിട്ട് അവർ കണ്ടു. രക്തസാക്ഷിത്വം നേരെ യേശുവിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമായത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ള ദൈവജനമേ, അതിനകത്ത് ഒരു വിട്ടുകൊടുക്കലുണ്ട്. കോംപ്രമൈസിങ് സ്പിരിറ്റ് ഇല്ല. അതിനകത്ത് കോംപ്രമൈസിങ് സ്പിരിറ്റ് ഇല്ല. അതെന്നും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യത്തില്ല. അതിൻ്റെ പേരാണ് രക്തസാക്ഷിത്വമെങ്കിൽ രക്തം ചിന്താതെയും ഇത് സാധിക്കും. കാരണം ചില സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇട്ടിട്ട് പോകാമെന്ന്. ചില സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും മുറിച്ചു മാറ്റാമെന്ന്. ചില സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിലും. പ്രിയപ്പെട്ടവരെ, അതിനകത്തൊന്നും രക്തസാക്ഷിത്വമില്ല. അതിനകത്ത് എല്ലാം ഉള്ളത് ഭീരുത്വത്തിൻ്റെ ആത്മാക്കളാണ്. സഹനം വരുമ്പോൾ ഓടുന്നവൻ ക്രിസ്തുവിനുള്ളവനല്ല. ദൈവം അനുവദിച്ച സഹനം പ്രാർത്ഥനയാണ്. സഹനം വരുമ്പോൾ ഓടുന്നതൊന്നും ക്രിസ്തുവിൻ്റെതല്ല, പിശാചിൻ്റെ സന്തതികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കുടുംബത്തിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, ജോലി മേഖലയിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന്, നിങ്ങൾ നന്മ ചെയ്തവരിൽ നിന്ന് സഹനത്തിൻ്റെ അഭിഷേകം കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റാണ്. കാരണം വി ആർ കാത്തലിക്സ്. ആസ് വി നോ, നമുക്കറിയാവുന്നത് പോലെ തന്നെ കാത്തലിക്സ് ആയതുകൊണ്ട് നമ്മുടെ വഴിയൊക്കെ ഡിഫറെൻറ്റാണ്, ടോട്ടലി ഡിഫറെൻറ്റാണ്. കാരണം ബാക്കിയുള്ളതിലെല്ലാം നന്മയ്ക്ക് നന്മയും കർമ്മത്തിന് പ്രതിഫലവും ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ എല്ലാം വ്യത്യാസമാണ്. വളരെ ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ. കാരണം ക്രിസ്ത്യാനിയായിട്ടല്ലെങ്കിൽ പേരിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രവൃത്തിയിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. തൊട്ടതും പിടിച്ചതൊക്കെ പാപമാണ്, തൊടുന്ന് കാണുന്നതൊക്കെ ശത്രുക്കളാണ്. നമ്മളോടാരും നന്മ ചെയ്യത്തില്ല. പ്രാർത്ഥിക്കും തോറും സഹനം വരുന്നത് കർത്താവിൽ മാത്രമാണ്. കർത്താവിൽ നിന്ന് മാത്രമാണ് പ്രാർത്ഥിക്കും തോറും സഹനങ്ങൾ എഴുന്നള്ളി വരുന്നത്. ഈശോയിൽ നിന്ന് മാത്രമാണ്. കാരണം അവനത്രത്തോളം നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവനത്രത്തോളം നിന്നെ വാരിപ്പുണരുന്നുണ്ട്. സഹനങ്ങൾ കൊണ്ട് നീ വിയർപ്പ് മുട്ടുന്നുണ്ടോ? കർത്താവ് നിന്നിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. സഹനങ്ങൾ കൊണ്ട് നീ നീറിയാണോ പോകുന്നത്? ഈശോയാണ് നിന്നെ ഹഗ് ചെയ്തിരിക്കുന്നത്. ഈശോയാണ് നിന്നെ ഹഗ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് സ്പിരിച്വൽ ഹഗ്ഗാണ്, കർത്താവ് തരുന്നതാണ്. അതിനകത്ത് ജഡമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ തരുന്ന ഈ ഒരു വാരിപ്പുണരലിനെ തള്ളിക്കളയല്ലേ. കർത്താവ് തരുന്ന വാരിപ്പുണരാവുന്ന ആ ഒരു സഹനത്തെ തള്ളിക്കളയല്ലേ. അതിനകത്ത് ജീവനുണ്ട്, അതിനകത്ത് രക്ഷയുണ്ട്, അതിനകത്ത് നിനക്ക് നിത്യജീവൻ ആവശ്യമായിട്ടുള്ള വിഹിതം കിടപ്പുണ്ട്. നാളെ നീ മരിച്ച് നിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ചെല്ലാൻ നിൻ്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നീ സഹിച്ച സഹനമാകുന്ന ക്രിസ്തു തന്നെ നിന്നെ ഏറ്റെടുത്തോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ നിൻ്റെ ആത്മാവ് മരിക്കുമ്പോൾ, നിൻ്റെ ശരീരം മരിച്ച് നിൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്ത് മക്കളിൽ ആശ്വാസം കണ്ട് മരിക്കാൻ നിൽക്കണ്ട. അവർ പ്രാർത്ഥിക്കില്ല, തിരക്ക് കൂടും, അവർക്ക് ബിസിയാവും. എല്ലാ കാര്യത്തിലും അവർ എൻഗേജ്ഡ് ആവും. ചത്തുപോയതിനെക്കുറിച്ച് ഇനി ഓർക്കണ്ട എന്ന് പ്രഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ ശല്യം തീർന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ചത്ത് കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ആരെയും കണ്ട് സ്വസ്ഥതയിൽ മരിക്കേണ്ട. നീ ചെയ്ത വിഹിതത്തിൽ നിനക്ക് മരിക്കാൻ പറ്റണം. നീ ചെയ്ത നന്മയിൽ നിനക്ക് മരിക്കാൻ പറ്റണം. നീ ചെയ്ത നന്മയിൽ നീ പ്രത്യാശയർപ്പിച്ച് മരിക്കാൻ നിനക്ക് പറ്റണം. നല്ല മരണം എന്ന് പറയുന്നത് നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്കുള്ളതാണ്. ഹല്ലേലൂയ. നല്ല ചെറുപ്പത്തിൽ തന്നെ നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങിയാലേ നല്ല മരണത്തിൻ്റെ സമയത്ത് നിൻ്റെ ആത്മാവിന് നല്ല ചെറുപ്പം ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ വയസ്സൻ ആത്മാവായിട്ട് പോകരുത്. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ആത്മാവായിട്ട് പോകണമെങ്കിൽ നല്ല ചെറുപ്പത്തിൽ ആത്മസ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നല്ല മരണത്തിൽ ആത്മാവ് നല്ല ചെറുപ്പമായിരുന്നോളും. ഹല്ലേലൂയ.
കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആത്മാവിന് പോകണമെങ്കിൽ അതിന് ആരോഗ്യം ഉണ്ടാകണം. ദൈവസന്നിധിയിലേക്ക് ആത്മാവിന് നടന്നെത്തണമെങ്കിൽ അവശതയിലായിരിക്കുന്ന ആത്മാവ് ദൈവസന്നിധിയിലേക്ക് എത്തില്ല. അത് നടന്നെത്താൻ ബുദ്ധിമുട്ടാണ്. മാക്സിമം പോയാൽ അത് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വരെ എത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവിന് നടക്കാനുള്ള ആരോഗ്യം ആത്മാവ് ശരീരത്തിലുള്ളപ്പോൾ അതിന് നീ സ്പിരിച്വൽ ഫുഡായി കൊടുത്തുകൊണ്ട് ആത്മാവിനെ നീ ബലപ്പെടുത്തണം. മരണശേഷം ഇപ്പോൾ നിൻ്റെ ആത്മാവ് സേഫാണ്. കാരണം അതിന് നിൻ്റെ ഫിസിക്കൽ ബോഡി ഉള്ളത് കൊണ്ട് അതിന് പലതും നേടിയെടുക്കാനും പ്രാർത്ഥിക്കാനും നന്മ സ്വീകരിക്കാനും എല്ലാം ഇപ്പോൾ നിൻ്റെ ആത്മാവിന് പറ്റും. അപ്പോൾ അതെല്ലാം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആ ആത്മാവിനെ പ്രതി അതൊന്നും ചെയ്യാതെ പാപത്തിൽ ജീവിക്കും. ഈ മരണശേഷം ഈ ആത്മാവ് ഹെൽപ്ലെസ് ആണ്. കാരണം അതിനാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പട്ടം പറത്തുമ്പോൾ അതിൻ്റെ ചരട് വിട്ടുപോയി കഴിയുമ്പോഴാണ് പട്ടം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മരണശേഷം ഈ ആത്മാവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ആത്മാവിനെ നിങ്ങൾ നല്ല ഭക്ഷണം കൊടുത്ത് ആരോഗ്യത്തിൽ അതിനെ നിലനിർത്തിയിട്ടുണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ നീ മരിച്ചു കഴിയുമ്പോൾ നിൻ്റെ ആത്മാവിന് തനിയെ നടന്ന് സ്വർഗത്തിലെത്താൻ പറ്റണം. തനിയെ നടന്ന് ആത്മാവിന് സ്വർഗത്തിലെത്താൻ പറ്റുന്നതാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ ചെയ്യുന്ന നന്മകളുടെ വിഹിതം അതിന് കിട്ടുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ മരിക്കണം, കർത്താവിൽ നിദ്ര പ്രാപിക്കണേ, മക്കളിൽ നിദ്ര പ്രാപിക്കരുത്, സ്വത്തിൽ നിദ്ര പ്രാപിക്കരുത്, ആകുലതകളിൽ നിദ്ര പ്രാപിക്കരുത്, എന്താകുമെന്നുള്ള ചിന്തയിലും നിദ്ര പ്രാപിക്കരുത്. മരിക്കുന്നത് എപ്പോഴും കർത്താവിൽ സ്വസ്ഥതയിൽ മരിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒന്നിനോടും ഇൻറ്റിമസി പാടില്ല. ഒന്നിനോടും ഇൻറ്റിമസി പാടില്ല. ഒന്നും നിങ്ങളെ ഭരിക്കാനോ ഒന്നും നിങ്ങളെ നയിക്കാനോ പാടില്ല, ഈശോ മിശിഹായല്ലാതെ. ഹല്ലേലൂയ. ഭൂമിയിൽ നിനക്ക് സ്വത്ത് കൂടുന്നുണ്ടോ, ആത്മാവിന് പൊങ്ങിപ്പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം ആത്മാവിങ്ങനെ വെയിറ്റിൽ കിടക്കും. ഈ സ്വത്തെല്ലാം വന്ന് ഈ ആത്മാവിനെ മൂടിക്കളയും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇതിനെല്ലാം ഭേദിച്ച് പോകാൻ പറ്റില്ല. മരിക്കുമ്പോൾ ഈ സ്വത്തിനെക്കുറിച്ചുള്ള ആകുലതയിൽ ആത്മാവ് യാത്രയാകേണ്ടി വരും. അതുകൊണ്ട് അതിനൊന്നും ഇടവരുത്തരുത്. മരണസമയത്ത് പറന്നു പോകാനായിട്ട് തക്ക വിധം അത്രയും വെയ്റ്റ്ലെസ് ആയിരിക്കണം നമ്മുടെ സ്പിരിച്വൽ ബോഡി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിടത്തും ഉടക്കി കിടക്കരുത്, ഒരിടത്തും ആത്മാവ് ഉടക്കി കിടക്കരുത്, ഒരിടത്തും ആത്മാവ്. ഞാനതാണ് ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. ആത്മാക്കളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ രോഗങ്ങളോ അതെല്ലാം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാനതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് തന്നത് വിളിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളിലുള്ള ഫിസിക്കലി ഉള്ള അവസ്ഥകളൊന്നും ഞാൻ നോക്കുന്നില്ല. ആത്മാവിനെ മാത്രമേ ഈശോ കാണിച്ചു തരുന്നുള്ളൂ. അത് കരി പുരണ്ടതും നല്ല തെളിച്ചമുള്ളതൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാവണേ. കാരണം ഇതിനെ തനിച്ച് യാത്രയാക്കാൻ നിങ്ങളുടെ ശരീരം ഒരുങ്ങുന്നതിൻ്റെ പേരാണ് മരണം. ആത്മാവിനെ ഇനി നീ തനിച്ചു പൊയ്ക്കോ എന്ന് നിങ്ങളുടെ ശരീരം ആത്മാവിനോട് പറയുന്ന ഭാഷയുണ്ടല്ലോ, അതിൻ്റെ പേരാണ് മരണം. അത് രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ശരിയാ, കറക്റ്റാ. എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വന്ന് നിൻ്റെ ശരീരത്തെ ആ മരണം പുൽകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മുതൽ നിൻ്റെ ആത്മാവ് തനിച്ച് ട്രാവൽ തുടങ്ങണമെങ്കിൽ ഇപ്പോഴേ ആത്മാവിനുള്ള വിഹിതം കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഫ്യൂവൽ നിറച്ച് അതിനകത്തേക്ക് ഇന്ധനം നിറച്ച് ഒരു ജെറ്റ് വിട്ടുപോകുന്ന സ്പീഡിൽ കർത്താവിൻ്റെ അടുത്തേക്ക് എത്താൻ ഉള്ള അഭിഷേകം നിറച്ച് ആത്മാവിനെ ഒരുക്കി നിർത്തണം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരുക്കാൻ പറ്റുമെങ്കിൽ ഇന്നൊരുക്കുക, നാളെ ഒരുക്കുക, മറ്റന്നാൾ ഒരുക്കുക, ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിലും വരുന്ന മാസം എല്ലാം നിങ്ങൾ ആത്മാവിനുള്ളത് അതത് ദിവസം ഒരുക്കി 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 നിർത്തണം. മരണത്തെ ലക്ഷ്യം വെച്ചേ ജീവിക്കാൻ പാടുള്ളൂ. എന്ത് നേടുമ്പോഴും എന്തിനു വേണ്ടി അധ്വാനിക്കുമ്പോഴും മരണത്തെ ലക്ഷ്യം വെക്കണം. കാരണം അതിനുശേഷം തനിച്ചുള്ള ട്രാവൽ ചെയ്യേണ്ട ആത്മസ്ഥിതിയെയും ലക്ഷ്യം വെക്കണം. ഒരു കുറ്റം പറയുമ്പോൾ പോലും, ഒരു പാപം ചെയ്യുമ്പോൾ പോലും, ഒരു തിന്മ പ്രവർത്തിക്കുമ്പോൾ പോലും, നിസ്സാരമായി ഒരു നുണ പറയുമ്പോൾ പോലും, ജ്ഞാനം പറഞ്ഞിരിക്കുന്നത് എന്താ? നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ആത്മാവിനെ നശിപ്പിക്കുന്നതൊന്നും നിൻ്റെ ശരീരം ചെയ്യാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക. ആത്മാവിന് ഭാരം കൂട്ടുന്നതൊന്നും നിൻ്റെ ശരീരം ഈ ലോകത്തിൽ നേടിയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
സുരക്ഷിതത്വം വേണം, എല്ലാം വേണം. പക്ഷേ ആത്മസ്ഥിതി നശിക്കരുത്. ആത്മാവ് കെട്ടുപോകല്ലേ. നിത്യജീവൻ ആത്മാവിനുള്ളതാണ്. അതുകൊണ്ട് ആ നിത്യജീവൻ അവകാശമാക്കി ആത്മാവിനെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ തിരിച്ചു പോകേണ്ട റൂട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിന് പറഞ്ഞു കൊടുക്കണേ. ആത്മാവിനറിയാം അത് സ്വമേധയാ ദൈവത്തിൽ നയിക്കപ്പെട്ടത് ദൈവത്തിലേക്ക് തന്നെ പോകുമെങ്കിലും നമ്മളതിനെ വഴിമാറ്റി ചെലവഴിച്ച പ്രാർത്ഥനകൾ മൂലം ആത്മാവിന് കിട്ടേണ്ട പ്രാർത്ഥനകൾ നിയോഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, വഴിമാറ്റി ചെലവഴിച്ചതെല്ലാം ഇനിയെങ്കിലും നിങ്ങൾ വഴിതിരിച്ച് ആത്മാവിലേക്ക് തന്നെ വിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിലേക്ക് തന്നെ വിടണം. അതല്ലെങ്കിൽ ആത്മസ്ഥിതി കെട്ടുപോകും. പ്രിയപ്പെട്ട ദൈവജനമേ, നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അതായത് നമ്മിൽ അവനാണെന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ എത്ര പാപത്തിലാണെങ്കിലും പ്രിയമുള്ള ദൈവജനമേ, നമ്മിൽ വസിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണേ. നമ്മളിൽ വസിക്കുന്ന ആത്മാവ്, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ആകുന്ന ആത്മാവ് ദൈവത്തിൻ്റെതാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോഴും ഒരു നന്മ ചെയ്യുമ്പോഴും പാപത്തിലും പുണ്യത്തിലെല്ലാം ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം.